सर्वेषां स्वस्तिर्भवतु, सर्वेषां शान्तिर्भवतु, सर्वेषां पूर्णं भवतु, सर्वेषां मङ्गलं भवतु, सर्वेऽपि सुखिनः सन्तु, सर्वे सन्तु निरामया, सर्वे भद्राणि पश्यन्तु, मा कश्चित् दुःखमाप्नुयात्। ॐ शान्ति शान्ति शान्तिः. ഓക്കെ, അപ്പോൾ ഹരീഷിന് വേണ്ടി ഒന്ന് ക്വിക്കായിട്ട് ഒരു 2 മിനിറ്റ് സമ്മറി നമ്മൾ എന്താണ് കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ചെയ്തത്. അപ്പൊ കർമ്മത്തിന്റെയും കർമ്മയോഗത്തിന്റെയും ഡിഫറൻസും, എങ്ങനെയാണ് കർമ്മയോഗമാവുന്നത്, കർമ്മഭാവന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ആദ്യത്തെ ഒരു 20 ശ്ലോകം വരെ ഇന്റലക്ച്വൽ ആയിട്ട് എന്തുകൊണ്ടാണ് കർമ്മം ചെയ്യേണ്ടത്, എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ, യജ്ഞഭാവത്തില് സാക്രിഫൈസ് എങ്ങനെയാണ്, ഈ കർമ്മം തന്നെയാണ് ഈ പ്രകൃതിയെയും സകലതിനെയും നിലനിർത്തുന്നത്. ആക്ടിവിറ്റിയിലൂടെയാണ് എല്ലാം, എന്തിൻ്റെയെങ്കിലും ആക്ടിവിറ്റി, മനുഷ്യന്റെ ആയാലും പ്രകൃതിയുടെ തന്നെ ആയാലും ആക്ടിവിറ്റിയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പൊ ആക്ടിവിറ്റി ത്യജിക്കുക അല്ലെങ്കിൽ കർമ്മം നിർത്തുക എന്നുള്ളത് ആരുടെ മുന്നിലും ഒരു ഓപ്ഷൻ ആവരുത്. അതിനെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് പിന്നെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തു അർജുനന്. വളരെ പ്രധാനമായിട്ടുള്ള മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഭഗവാൻ തന്നെ എന്തുകൊണ്ടാണ് ഒരു കർമ്മവും ചെയ്യണം എന്ന ആവശ്യമില്ലാത്ത ഭഗവാൻ തന്നെ എന്തുകൊണ്ടാണ് കർമ്മത്തിൽ തന്നെ വ്യാപൃതനായിരിക്കുന്നത്, ഒരു ഫലേച്ഛയും കൂടാതെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ തന്നെ. ഇനി ആ കർമ്മങ്ങളെ കുറിച്ച്, ആ കർമ്മം അറിയാതിരുന്നാൽ, കർമ്മം ചെയ്യുന്നതിന്റെ ലക്ഷ്യവും അതിന്റെ എക്സ്റ്റെൻഡും അറിയാതിരുന്നാൽ എന്തൊക്കെയാവും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെയൊക്കെ ഏകദേശം പറഞ്ഞു നിർത്തിയത്. പിന്നെ അത് എങ്ങനെ, ഇനി ഇതിനെ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കർമ്മം എങ്ങനെ ചെയ്യണം എന്നുള്ള അവസ്ഥയിലേക്കും കൂടെ കൊണ്ടുവന്നെത്തിക്കും. അപ്പം ഇന്നലെ നമ്മൾ നോക്കിയ ശ്ലോകം, ന ബുദ്ധിഭേദം ജനയേത് അജ്ഞാനം കർമ്മസംഗീനാം ജോഷയേൽ സർവകർമാണി വിദ്വാൻ യുക്ത സമാചരൻ. 26-ാമത്തെ ശ്ലോകമാണ്, 3-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ ശ്ലോകം. അതില് കർമ്മത്തിന്റെ ആസക്തിയോടുകൂടെ, വളരെ കർമ്മം ചെയ്യാൻ വേണ്ടി വളരെ ആസക്തിയോടെ കർമ്മം ചെയ്യുന്ന ആൾക്കാര്, വളരെ അറ്റാച്ച്ഡ് ആയിട്ട് കർമ്മം ചെയ്യുന്ന ആൾക്കാര് പെട്ടെന്നൊരു വിദ്വാൻ അല്ലെങ്കിൽ ഒരു നോളജ് ലേൺഡ് പേഴ്സൺ ഇങ്ങനെ കർമ്മം ഒന്നും ചെയ്യാതെ, അപ്പാരന്റ്ലി, നോട്ട് റിയലി, അപ്പാരന്റ്ലി കർമ്മം ഒന്നും ചെയ്യാതെ ഇരിക്കുന്നത് കണ്ടാൽ ഈ ബുദ്ധി ഇല്ലാത്ത ആൾക്കാർക്ക് തോന്നും അതാണ് മോക്ഷത്തിലേക്കുള്ള വഴി, ഒന്നും ചെയ്യാതിരിക്കലാണ് മോക്ഷത്തിലേക്കുള്ള വഴി, അപ്പൊ എനിക്കും അങ്ങനെ ചെയ്യാം. ഈവൻ ദോ ബുദ്ധിയിൽ ഒരു ജ്ഞാനിക്ക് ചെയ്യേണ്ടതായിട്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ടും അദ്ദേഹം ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് പോലെ അല്ലാത്തത് കൊണ്ടും നമുക്ക് ചിലപ്പോൾ തോന്നാം അയാളൊന്നും ചെയ്യണില്ല എന്ന്. അപ്പൊ അങ്ങനെ നേരത്തെ ഒരു ശ്ലോകം പറഞ്ഞു, ശ്രേഷ്ഠന്മാര് എന്ത് ചെയ്യുന്നുവോ അതാണ് എല്ലാവരും അനുകരിക്കുക, അതാണ് എല്ലാവരും ചെയ്യുക. അപ്പൊ ശ്രേഷ്ഠനാണെന്ന് തോന്നുന്ന ഒരാള് ജോലിയൊന്നും ചെയ്യാതിരിക്കുന്നത് കണ്ടാൽ ബാക്കിയുള്ളവർക്കും ജോലിയൊന്നും ചെയ്യാതെ കർമ്മം ഇരിക്കാം എന്നുള്ള തെറ്റിദ്ധാരണ വരും എന്നുള്ളത് കൊണ്ട് ജ്ഞാനിയായ ഒരാളും അയാളുടെ ഡിവോഷനോടുള്ള കർമ്മത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. ഭഗവാന്റെ എക്സാമ്പിൾ തന്നെ പറയാണ്, എനിക്കൊന്നും ചെയ്യാനില്ല എന്നുകൊണ്ട് യുദ്ധത്തിന് വരാതെ മാറിയിരിക്കുകയല്ല ചെയ്ത്, ഞാൻ ഇവിടെ വന്നിട്ട് നിന്നേക്കാളും കൂടുതൽ ഈ യുദ്ധത്തെക്കുറിച്ച് ചിന്തിക്കുകയും നിന്നേക്കാളും കൂടുതൽ ഈ യുദ്ധം എങ്ങനെ നന്നാക്കി നടത്തണമെന്ന് ആലോചിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും എൻ്റെ ഫുൾ എഫേർട്ട് ഞാൻ ഈ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റിയിൽ ഇടുന്നുണ്ട്. ഏത് ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി ആയാലും ഒരു ജ്ഞാനി വിൽ പുട്ട് ഹിസ് കംപ്ലീറ്റ് എഫേർട്ട് ഇൻ ദാറ്റ് ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി. പക്ഷേ ഇറ്റ് മൈറ്റ് ലുക്ക് ആസ് ഇഫ് ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇറ്റ് ബിക്കോസ് ഹി ഈസ് ഡിറ്റാച്ച്ഡ്. ആസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുന്നത് കാരണം തെറ്റിദ്ധാരണ വരാം. അങ്ങനെ നീ ആർക്കും അങ്ങനെ ഒരു പാഠം ആവരുത്. പണി ചെയ്യണ്ട, അതാണ് ജ്ഞാനത്തിലേക്കുള്ള വഴി എന്നുള്ള ഒരു പാഠം ആവരുത്. നെഗറ്റീവും കൂടെ പറയും. 29-ാമത്തെ ശ്ലോകത്തിൽ ഇതേ കാര്യം ഒന്നുകൂടെ പറയും. സോ അവിടെയാണ് നമ്മൾ നിർത്തിയത്.
എങ്ങനെയാണ് ഒരു മോഡൽ ആവേണ്ടത്, ഒരു ലീഡർ ആവേണ്ടത്, അങ്ങനെ ലീഡർഷിപ്പിൽ എങ്ങനെയാണ് റൈറ്റ് ലീഡർഷിപ്പ് ചെയ്യാതിരിക്കുക. നിനക്ക് ഏറ്റവും നല്ലത് ഒരു കർമ്മവും ചെയ്യാതിരിക്കുകയാണ്, കണ്ടോ എന്നെ കണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിദ്ധരിക്കും. അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത്. സമഭാവനയോടുകൂടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് വൃത്തിയായിട്ട് ചെയ്യുന്ന, ഡിവോഷനോടുകൂടെ ചെയ്യുന്ന, ആ അനാസക്തിയായിട്ട് ആ കർമ്മത്തിൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ എങ്ങനെ കർമ്മം ചെയ്യാം എന്നായിരിക്കണം ഒരു ബുദ്ധിമാൻ ബുദ്ധിയില്ലാത്തവരെ പഠിപ്പിക്കുന്നത്. ഇനി അടുത്ത ശ്ലോകങ്ങളിൽ ഇതേ കോൺസെപ്റ്റിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് എന്തുകൊണ്ടാണ് അജ്ഞാനികൾക്ക് ഇങ്ങനെ കർമ്മത്തിനോടുള്ള അറ്റാച്ച്മെന്റ് വരുന്നത് എന്നാണ് നമ്മൾക്ക് ഇത് എൻ്റെ പറയുന്നത് എന്തുകൊണ്ട്. അപ്പം റൂട്ട് കോസ് അറിഞ്ഞാലേ മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള ഫണ്ടമെന്റൽ സയന്റിഫിക് പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിൽ ഭഗവത്ഗീത ഇസ് എ സിന്തസിസ് ഓഫ് ഡിഫറെന്റ് തിങ്സ്. ഒരു ഫിലോസഫി മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഇപ്പൊ നമ്മളെ മാതിരി ഒരു എവല്യൂഷണറി ലാഡറിൽ പോയിക്കൊണ്ടിരിക്കുന്ന, ഈ ലാഡറിന്റെ ഏറ്റവും മുകളിലെത്തിയ പിന്നെ ഭഗവത്ഗീതയിൽ ഒരു പുസ്തകവും ആവശ്യമില്ലല്ലോ. പക്ഷെ ഈ എവല്യൂഷണറി ലാഡറിൽ കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ പോലുള്ളവർക്ക് എന്തുകൊണ്ട് ആൻഡ് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ചിന്തിച്ച് ഒരു ഉത്തരം കണ്ടുപിടിക്കാൻ സാധിച്ചേക്കും മനനത്തിലൂടെ എന്നുള്ള വിശ്വാസം കൊണ്ട്, എന്നുള്ള കൺസിഡറേഷൻ കൊണ്ട്, എന്നുള്ള കൈൻഡ്നെസ് കൊണ്ട് ഭഗവാൻ പറഞ്ഞു തരുന്നത്. അപ്പൊ അർജുനോട് മാത്രം പറയുന്നതായിട്ട് കരുതിയാൽ നമുക്ക് കോണ്ടെക്സ്റ്റ് ലൂസ് ചെയ്യും. കാരണം അർജുനന് ഇപ്പൊ ആ ഒരു യുദ്ധമേ ഉള്ളൂ. പക്ഷെ അർജുനോട് മാത്രം പറയുകയാണെങ്കിൽ ഇത്രയൊന്നും പറയേണ്ട ആവശ്യവും ഉണ്ടായിരുന്നിരിക്കില്ല. ഇത്രയും വിശദമായിട്ട് പറയുന്നത് നമ്മുടെ എവല്യൂഷണറി, ആരുടെ എവല്യൂഷണറി സ്റ്റേജിലാണെങ്കിലും ഇതിന് ആപ്ലിക്കബിൾ ആക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഭഗവത്ഗീത വളരെ മോസ്റ്റ് ആൾക്കാരുടെ 99.999% ആൾക്കാർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. ആ 0.001% ഒരു പുസ്തകവും ആവശ്യമില്ല. ബിക്കോസ് ദേ ആർ ഓൾറെഡി ഇൻ ദാറ്റ് സ്റ്റേറ്റ്. 27ാമത്തെ ശ്ലോകം. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശാഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. പ്രകൃതൈ ക്രിയമാണാനി, പ്രകൃതിയുടെ ഗുണം, ക്രിയമാണാനി ഗുണൈ കർമാണി സർവശ, എല്ലാത്തിനെയും കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്നത് ആ പ്രകൃതി ഗുണങ്ങൾ തന്നെയാണ്. ഈ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സാത്വിക ഗുണം, രാജസിക ഗുണം, താമസിക ഗുണം. സാത്വിക ഗുണം എന്ന് പറയുന്നത് വളരെ പ്യുവർ, കാം, പീസ്ഫുൾ, പെർഫെക്ഷൻ, ഒരു മനസ്സിനൊക്കെ ഒരു സ്ഥിരത വന്ന, എല്ലാം ഒരു ഈക്വൽ ആയിട്ട് കാണാനുള്ള ഒരു അവസ്ഥ വന്ന്, ട്രാങ്ക്വിലിറ്റി ഒക്കെ വന്ന്, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് സാത്വികം. രണ്ടാമത്തെ രാജസികം, വെരി അജിറ്റേറ്റഡ്, വെരി റെസ്റ്റ്ലെസ്, എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. എനർജി ക്യാൻ ബി ഡിസിപ്പേറ്റഡ് ഓൺലി ത്രൂ ആക്ഷൻ. വളരെയധികം, അത് മനസ്സിന്റെ ആക്ഷൻ ആയാലും, വാചിക കർമ്മമായാലും, മാനസിക കർമ്മമായാലും, ശാരീരിക കർമ്മമായാലും, അജിറ്റേഷൻസ് ആർ ഡിസ്പെൽഡ് ത്രൂ ആക്ഷൻസ്. നമ്മളെയൊക്കെ മാതിരി മിക്കവാറും ഒന്നും ചെയ്യാതിരിക്കാൻ വളരെ വിഷമമുള്ള ആൾക്കാർ രാജസികം. താമസികം ഈസ് ദാറ്റ് ബേസൽ ഇനർഷ്യ, കാരണം ഒന്നും ചെയ്യാതെ അലസത, മടി, ചെയ്യാനുള്ള വിമുഖത, എല്ലാത്തിലും കുറ്റം കാണുക, എന്തിനേയും ഒരു നെഗറ്റീവ് ടെൻഡൻസിയോടെ സ്വീകരിക്കുക, അതൊക്കെ താമസിക ലക്ഷണം. ഈ 3 ഗുണങ്ങളും നാച്ചുറലായിട്ട് നമ്മളിൽ തന്നെ ഉണ്ട്. ഏത് ഗുണമാണോ അധികരിച്ചിരിക്കുന്നത് നിങ്ങൾ അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് ജനറലി പറയും. പക്ഷെ നമുക്ക് അങ്ങനെ ഇപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഉള്ളില് സാത്വികവും ഉണ്ട്, രാജസികവും ഉണ്ട്, താമസികവും ഉണ്ട്. പക്ഷെ ജനറലി നമ്മളെ തന്നെ ഈ മാനേജ്മെന്റ് ക്ലാസ്സുകളിലൊക്കെ പേഴ്സണാലിറ്റി ടൈപ്പ് ചെയ്യാറില്ലേ? ടൈപ്പ് എ പേഴ്സണാലിറ്റി, ടൈപ്പ് ബി പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി അസസ്മെന്റിന്റെ ഒരു റൂട്ടും കൂടിയാണിത്. അപ്പൊ നമ്മളെ തന്നെ അസസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മിക്കവാറും പറയും നമ്മൾ അധിക സമയം നമ്മൾ കർമ്മത്തിൽ ആകൃഷ്ടരായിരിക്കുകയാണ്, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്തു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കുട്ടികളെയൊക്കെ റെഡിയാക്കി കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാനുള്ള ആക്ടിവിറ്റി, കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ വേഗം നമുക്കുള്ള ലഞ്ച് ബാക്കി നമുക്ക് ജോലിക്ക് പോകാനുള്ള ആക്ടിവിറ്റി, അവിടെ എത്തിക്കഴിഞ്ഞാൽ 100,000 പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആക്ടിവിറ്റി. അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മുടെ മനസ്സിൽ കോൺസ്റ്റന്റ്ലി ഒരു തോട്ടിൽ നിന്ന് വേറൊരു തോട്ട്, ഇതെങ്ങനെ, അടുത്തത് എങ്ങനെ ചെയ്യാം, ഇതെങ്ങനെ ചെയ്യാം. വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചു വരുന്നവരെ അങ്ങനെ. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഇനി രാത്രിക്ക് ഡിന്നർ എന്താണ്, അത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, നാളേക്ക് എത്രത്തോളം പണി ഫിനിഷ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്ക് ഐ തിങ്ക് കോൺസ്റ്റന്റ്ലി യുവർ
ഫ്ലോട്ടിങ് ഇൻ എ സീ ഓഫ് ആക്ടിവിറ്റി. രാജസികം അതാണ് രാജസികം. അപ്പൊ സാത്വികമാവാം, രാജസികമാവാം, താമസികമാവാം. ഇത് മൂന്നും ആണ് പ്രകൃതി ഗുണങ്ങൾ. ഈ പ്രകൃതി ഗുണങ്ങൾ തന്നെയാണ് നിങ്ങളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്നത്. ഓൾ ആക്ഷൻസ് ആർ പെർഫോം മിയർലി ബൈ ഈ മൂന്ന് ക്വാളിറ്റി. ഇനി അഹങ്കാര വിമൂഢാത്മാ കർത്താഹം ഇതി മന്യതേ. ഇനി ആരാണോ ഈഗോ, ആരുടെ മനസ്സിലാണോ ഈഗോ ഉള്ളത്, മൈൻഡ് ഡെല്യൂഡഡ് ബൈ ഈഗോയിസം, അവൻ വിചാരിക്കുന്നു ഞാനാണ് ഇത് മുഴുവൻ ചെയ്യുന്നത്. അപ്പൊ ആ ഡൂവർഷിപ്പ് വരുന്നത് ഈഗോ ആണ് ഡൂവർഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഐഡിയ, എല്ലാ കർമ്മങ്ങളും ഇപ്പൊ ഇത്രയും ഈ 26 ശ്ലോകങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിൽ നിന്ന് ഈഗോ എന്നുള്ള സാധനം മാറിയില്ലെങ്കിൽ ഇതൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ള ഒരു മിഥ്യാബോധം നമ്മളിൽ ഉറയ്ക്കും. അങ്ങനെ മിഥ്യാബോധം ഉറച്ചു കഴിഞ്ഞാൽ, കാരണം എല്ലാം ഉണ്ടാവുന്നത് അജ്ഞാനം. നമ്മൾ വളരെ നേരത്തെ പറഞ്ഞു, അജ്ഞാനത്തിൽ നിന്നാണ് ഒരു ആഗ്രഹം ഉണ്ടാവുന്നത്. കാരണം ജ്ഞാനത്തിൽ നിന്ന് ആഗ്രഹം ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ജ്ഞാനം പൂർണ്ണമാണ്. പൂർണ്ണത്തിൽ നിന്ന് ഒന്നും ആവശ്യമുണ്ടോ എന്നൊരു തോന്നൽ വരാൻ പാടില്ല തിയറിറ്റിക്കലി. അത് കാരണം പൂർണ്ണതയിൽ നിന്ന് ഒരു ഡിസയറും ഉണ്ടാവുന്നില്ല. അപൂർണതയിൽ നിന്ന് മാത്രമേ ഡിസയർ ഉണ്ടാവൂ. നമ്മൾ അപൂർണമാണെന്ന് നമ്മുടെ തന്നെ തോന്നൽ കാരണം നമുക്കൊരു ഡിസയർ, ഒരു ആഗ്രഹം ഉണ്ടാവുകയും ആ ആഗ്രഹം നമ്മുടെ മാനസിക വ്യാപാരത്തിന്റെ ലെവലിൽ ഒരു ചിന്തയായിട്ട് പ്രകടമാവുകയും ആ ചിന്തകൾ തന്നെ ആക്ഷൻസ് ആയിട്ട് മാറുകയുമാണ്. അപ്പോൾ നോബിൾ തോട്ട്സ് ആണെങ്കിൽ, മനസ്സിൽ നല്ല ചിന്തകളാണെങ്കിൽ ഓബ്വിയസ്ലി ആക്ഷനും നന്നാവും, അല്ലെ? അപ്പൊ ചിന്തകൾ നല്ലതാണെങ്കിൽ ആക്ഷൻ നന്നാവും, ചിന്തകൾ മോശമാണെങ്കിൽ ആക്ഷനും മോശവും. അത്രയേ പറയുന്നുള്ളൂ ഈ ഗുണങ്ങൾ എന്നുള്ളത് കൊണ്ട്. ഈ 3 ഗുണങ്ങൾ എന്നുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഉദ്ദേശിക്കുന്നത് വെറും ചിന്തയുടെ ലെവലിലാണ്. നമ്മുടെ മനസ്സിൽ ആ ഇഗ്നറൻസ് കാരണം ഉണ്ടാകുന്ന ഡിസയറുകളും ആ ഡിസയർ കാരണം ഉണ്ടാകുന്ന ആക്ഷൻസിന്റെയും ഒരു എഫക്റ്റ് ആണ് ഇത് പറയുന്നത്. ചിന്തകൾ കൊണ്ട് ഉണ്ടാവുന്ന ആക്ഷൻസും അത് നല്ലതാവാം, നോബിൾ ആവാം, ബേസൽ ആവാം. അപ്പൊ ഈ ആക്ഷൻസ് ഒക്കെ ആർ ജനറേറ്റഡ് ഇൻ ദ മൈൻഡ്. മനസ്സിലാണ് ഈ ആക്ഷൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ഈ ആക്ഷൻസിനൊക്കെ പ്ലാൻ കൊടുക്കുന്നത്, ഈ ഡിസയറിനൊക്കെ ഇത് എങ്ങനെ ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടാവുന്നത് മനസ്സിലാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി ഈ ആക്ഷൻസ് ആർ പെർഫോംഡ് ഓൾസോ വിത്ത് ദ മൈൻഡ്. അപ്പൊ ഇതൊക്കെ മനസ്സിലാണ്, നമ്മുടെ മനസ്സ് എന്നുള്ള എക്വിപ്മെന്റിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. ഈ എല്ലാ ആക്ഷനുകളും മനസ്സ് എന്നുള്ള എക്വിപ്മെന്റിലാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്തായി, നമ്മുടെ മനസ്സിനെ കൊണ്ട് തന്നെ നമ്മൾ ഇതിങ്ങനെ റിലേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ മനസ്സിന് തന്നെ പറഞ്ഞു ഇതൊരു ഡൂവർഷിപ്പായിട്ട് നമ്മുടെ മനസ്സിൽ തോന്നി ഞാനൊരു കർത്താവാണ്. കാരണം ഇത് എൻ്റെ മനസ്സിൽ തോന്നിയതല്ലേ, ഞാൻ ഇംപ്ലിമെന്റ് ചെയ്തതല്ലേ, അപ്പൊ ഞാനൊരു കർത്താവായി, ഞാനിത് ചെയ്യുന്ന ഒരാളായി. അവിടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തി, ഇതുവരെ തിയറി പറഞ്ഞു. ഇനി റിയൽ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിന്റെ വ്യാപാരങ്ങളുടെ ലെവലില് ഈ കർത്തൃബോധം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒരു ജനറൽ ലെയറിലാണ് സത്വഗുണം, രജോ ഗുണം, താമസിക ഗുണം. ഇങ്ങനെ 3 തരത്തിലുള്ള ഗുണങ്ങളുണ്ട് നമുക്ക്. ഇനി ഈ ഏത് ഗുണം അധികരിച്ചിരിക്കുന്നുവോ അതിനനുസരിച്ചായിരിക്കും നമ്മൾ പ്രവർത്തിക്കുക. എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും മനസ്സിൽ ഒരു ഡിസയർ കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആ ഡിസയർ ഒരു തോട്ട് ആവുന്നു, ആ തോട്ട് ആക്ഷൻ അല്ലെങ്കിൽ പ്രവൃത്തിയാവുന്നു. പ്രവൃത്തി വാചികമായാലും മാനസികമായാലും കായികമായാലും. സോ ഇഗ്നറൻസ്, ഡിസയർ, തോട്ട്, ആക്ഷൻ. ആ ചെയിൻ ആലോചിച്ചാൽ മതി. ഇഗ്നറൻസ്, ഡിസയർ, തോട്ട്, ആക്ഷൻ. ഈ ചെയിനിൽ വരുമ്പം ഇതെല്ലാം വന്ന് ആക്ഷൻ ആയി കഴിയുമ്പം അത് വീണ്ടും മനസ്സിന്റെ വ്യാപാരത്തിലൂടെയാണ് നമ്മൾ ഈ ആക്ഷനെ ഇവാലുവേറ്റ് ചെയ്യുന്നതും ജഡ്ജ് ചെയ്യുന്നതും. അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡൂവർ ആയി, കർത്തൃബോധം വന്നു. അപ്പൊ ഇതിന് തന്നെയാണ് നേരത്തെ പറഞ്ഞത്, ഈ കർത്തൃബോധം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇനിയും പറയുന്നത്. അത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈ കർത്തൃബോധം വരാതിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് യജ്ഞഭാവത്തിൽ കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞത്. എല്ലാം ഒരു സാക്രിഫൈസ് പോലെ, ഒരു ഹയർ
ഐഡിയൽ വെച്ച് ഒരു ഉയർന്ന ആദർശത്തിന് വേണ്ടി കർമ്മം ചെയ്യണം. പക്ഷെ ഒരു ഉയർന്ന ആദർശത്തിന് വേണ്ടി കർമ്മം ചെയ്താലും അത് ഞാനാണ് ചെയ്തത് എന്നുള്ള ബോധം ഞാൻ എങ്ങനെ മാറ്റും? റൈറ്റ്? അപ്പം ഈ രണ്ട് ലിങ്ക് മനസ്സിലായില്ലേ? ഈ കണക്ഷൻ, ഇവിടെയാണ് കണക്ഷൻ വരുന്നത്. നമ്മൾ കർമ്മയോഗം ആവണമെങ്കിൽ ആദ്യം വേണ്ടത് യജ്ഞഭാവന. ഇതിനെ ഒരു സാക്രിഫൈസ്, നമ്മുടെ വർക്ക് ഹാസ് ടു ബി എ സാക്രിഫൈസ്, വർക്ക് ഹാസ് ടു ബി എ സെൽഫ്ലെസ് തിങ്. ആദ്യം അത് വേണം. ഇനി സെൽഫ്ലെസ് ആയിട്ട് ഞാൻ ചെയ്തു എങ്കിലും എൻ്റെ മനസ്സിൽ ഇതിൻ്റെ ഒരു ഇംപ്രഷൻ ബാക്കി നിൽക്കില്ലേ? ഞാനാണ് ചെയ്തത്, സെൽഫ്ലെസ് ആയിട്ട് ചെയ്തത് ഞാനാണ്, ചാരിറ്റി ചെയ്തത് ഞാനാണ്, ഇതിന് കൊടുത്തത് ഞാനാണ്, ഞാൻ ഇന്നമാതിരി ഒരു സൂപ്പ് കിച്ചണിൽ പോയിട്ട് ഞാൻ ഇന്ന് മുഴുവൻ സൂപ്പ് സെർവ് ചെയ്തില്ലേ, ആ ഒരു ഇംപ്രഷൻ മനസ്സിൽ കിടക്കില്ലേ? അപ്പൊ ഇവിടെ നൗ യു ഡീലിംഗ് അറ്റ് ദ മൈൻഡ് ലെവൽ. കാരണം ഇവഞ്ച്വലി പുറമേ ഒരാൾക്ക് നിങ്ങളൊരു സാത്വികനാണെന്ന് തോന്നിയേക്കാം, നിങ്ങളൊരു സാത്വികൻ ശരിക്കും നിങ്ങളുടെ മനസ്സിന് തന്നെ ആയില്ലെങ്കിൽ എന്തായിട്ടും കാര്യമില്ല. റൈറ്റ്? അപ്പൊ ഇത് അവിടേക്കുള്ള ഒരു കണക്ഷൻ ആണ്. അതാണ് ഈ ശ്ലോകം കുറച്ചൊരു ഒരു ഡിഫിക്കൽട്ട് ഇൻ കൈൻഡ് ഓഫ് എക്സ്പ്ലെയിനിങ് പോലെ ഒരു കണക്ഷൻ അങ്ങനെയാണ്. അപ്പൊ ഡിസയർ, ഇഗ്നറൻസ്, ഡിസയർ, തോട്ട്, ആക്ഷൻ. ആക്ഷൻ ഓൾസോ ഈസ് ഹാപ്പനിങ് അറ്റ് ദ മൈൻഡ് ലെവൽ. മൈൻഡ് ലെവലില് ആക്ഷന്റെ ഇംപ്രഷൻ കിടന്നാൽ ഞാനാണ് ഇത് ചെയ്തത് എന്നുള്ള തോന്നൽ വരും. ആ തോന്നൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ലെവൽ? ഞാനാണ് ഇത് ചെയ്തത് എന്നൊരു തോന്നൽ ഉണ്ടായാൽ ദി ഇമ്മീഡിയറ്റ് തിങ് ഈസ് ഇതിന്റെ ഫ്രൂട്ട് ഓഫ് ആക്ഷൻ, ഇതിന്റെ ഫലം എന്താവും എന്നൊരു ചിന്ത ഓട്ടോമാറ്റിക് ആയിട്ട് മനസ്സിൽ വന്നു. ഇപ്പം വേറൊരാളാണ് ചെയ്തത്, വേറൊരാൾ ഒരു ജോലി ചെയ്യുന്നു. ഇപ്പം ഞാൻ അടുത്ത വീട്ടിലൊരാള് കാറിന്റെ അടിയിൽ കിടന്ന് ബുദ്ധിമുട്ടി അയാളുടെ കാറ് റിപ്പയർ ചെയ്യണം. ആം ഐ കൺസേൺഡ് അബൌട്ട് ആ കാറ് ശരിയാവോ, ഇയാളുടെ പണി മുഴുവൻ ചെയ്തു കഴിഞ്ഞാൽ ആ കാർ ഓടുവോ ഇല്ലയോ? വാട്ട് ഈസ് മൈ കൺസേൺ അല്ലേ? കാരണം കർമ്മം ചെയ്യുന്നത് ഞാനല്ലല്ലോ. പക്ഷെ ഇതേ കാറിന്റെ അടിയിൽ ഞാൻ കിടന്നിട്ടാണ് പകല് മുഴുവൻ കിടന്ന് കാർ റിപ്പയർ ചെയ്യുന്നെങ്കിൽ ഐ എം ഓൾവേസ് തിങ്കിങ് അബൌട്ട് അയ്യോ ശരിയാവില്ലേ, ഈ പണി ചെയ്താൽ ശരിയാവില്ലേ. സോ ഓട്ടോമാറ്റിക്കലി ഞാനാണ് കർത്താവ് എന്നുള്ള തോന്നൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്താണ് എന്നുള്ള ചിന്ത ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരും. അപ്പോ നേരത്തെ പറഞ്ഞ ഇത്രയും ശ്ലോകങ്ങളിലൂടെ പറഞ്ഞ കർമ്മഫലം ത്യജിക്കുക എന്നുള്ള സാധനം ചെയ്യാൻ പറ്റാതെയാവും. സോ ആദ്യം ഇത്രയും സമയം പറഞ്ഞത് കഴിഞ്ഞ രണ്ടാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞ കർമ്മഫലം ത്യജിക്കൂ എന്ന്. പക്ഷെ അതിനുള്ള വഴി ഭഗവാൻ പറഞ്ഞു തന്നിട്ടില്ല ഇതുവരെ. തിയറിയെ പറഞ്ഞു തന്നുള്ളൂ. കർമ്മഫലം ത്യജിക്കൂ എന്ന് പറഞ്ഞു. എങ്ങനെ ത്യജിക്കും? ഇതാണ് ആ ത്യജിക്കുന്ന വഴിയിലുള്ള പ്രശ്നങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ അജ്ഞാനം മാറ്റാതെ. അപ്പൊ ഇത് കർമ്മയോഗം കൊണ്ട് മാത്രം കാര്യമില്ല എന്നിപ്പം അർജുനൻ ചോദിച്ചു, ജ്ഞാനം വലുതാണെങ്കിൽ എന്തിനാ ചെയ്യണം? അപ്പൊ കർമ്മത്തിനെ എക്സാജറേറ്റ് ചെയ്യണം, കർമ്മം വളരെ ഗ്രേറ്റ് ആണെന്ന് പറയണം. പക്ഷെ കർമ്മം വളരെ ഗ്രേറ്റ് ആണെന്ന് പറഞ്ഞു വെക്കുമ്പോ തന്നെ ജ്ഞാനത്തിനെ ഉപേക്ഷിക്കാനും പറ്റില്ല. കാരണം അങ്ങനെ ചെയ്താൽ അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആവില്ല. അപ്പൊ അതിനുവേണ്ടി കർമ്മത്തിനെയും ജ്ഞാനമുണ്ട്, ജ്ഞാനം ആവശ്യമാണ്. ആ ജ്ഞാനം ഇല്ലെങ്കിലാണ് ഡൂവർഷിപ്പും ഫ്രൂട്ട്സ് ഓഫ് ആക്ഷനും വേണം എന്നുള്ള തോന്നൽ വരിക. അപ്പൊ അടുത്ത 1-2 ശ്ലോകത്തിൽ ഇതിനെക്കുറിച്ച് വീണ്ടും പറയും. നമുക്ക് അത് കുറച്ചുകൂടെ ചെയ്യാം. പ്രകൃതേ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താന കൃത്സ്നവിദോ മന്ദാൻ കൃത്സ്നവിന്ന വിചാലയേത്. പ്രകൃതേ ഗുണസമ്മൂഢ ഗുണകർമ്മസു സജ്ജന്തേ. പ്രകൃതേ ഗുണസമ്മൂഢ, പ്രകൃതിയുടെ ഗുണങ്ങൾ, ഈ സാത്വികം, രാജസികം, താമസികം എന്നുള്ള ഗുണങ്ങളെ കുറിച്ച് അറിയാത്തവൻ ഗുണകർമ്മസു സംബന്ധേ, ഗുണങ്ങളുടെ കർമ്മം. ഇത് സാത്വികമായാലും രാജസികമായാലും താമസികമായാലും കർമ്മങ്ങൾ എന്തിൽ കൂടെയാണ് നടക്കുന്നത്? ഇന്ദ്രിയങ്ങളിൽ കൂടെയാണ് നടക്കുന്നത്, അല്ലെ? നമ്മുടെ സെൻസ് ഓർഗൻസിൽ കൂടെയാണ് കർമ്മങ്ങൾ നടക്കുന്നത്. അങ്ങനെ നടക്കുന്ന കർമ്മങ്ങളിൽ ബന്ധനായിത്തീരുന്നു, അറ്റാച്ച്ഡ് ആയിത്തീരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ വളരെ സാത്വികമായിട്ട് ഒരു കാര്യം, എനിക്കിപ്പോ തോന്നി പുറമേ നിന്ന് ഒരാൾ ഒരു കാര്യം ചെയ്യണം, ഇയാള് 100 കുട്ടികളെ പഠിപ്പിക്കുന്നു, 100 പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നു, എന്തൊരു നല്ല സാത്വികനായ മനുഷ്യൻ, എന്ത് നല്ല കാര്യമാണ് അയാൾ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിൽ തോന്നി. സാത്വികമായ കാര്യം എൻ്റെ മനസ്സിൽ അയാൾ വളരെ സാത്വികമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ അയാളുടെ മനസ്സിൽ കോൺസ്റ്റന്റ് ആയിട്ട് ഞാൻ ഈ 100 കുട്ടികളെ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ എത്ര വലിയവൻ എന്നുള്ള ചിന്തയാണെങ്കിൽ എൻ്റെ മനസ്സിൽ അയാൾ ഒരു സാത്വികനാണ്, അയാളുടെ മനസ്സിലോ അയാൾ സാത്വികനാണോ? അപ്പൊ ആ ഒരു ഡിസ്റ്റിങ്ഷനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ കർമ്മങ്ങളെ കൊണ്ട് പ്രകൃതി ഗുണസമ്മൂഢ, ഈ ഗുണങ്ങളെ കുറിച്ച് ശരിക്കും അറിയാത്തവൻ,
ഈ ചെയ്യുന്ന കർമ്മങ്ങളിൽ ബന്ധിക്കപ്പെട്ടിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് നല്ലതല്ല എന്നല്ല, ഇറ്റ്സ് ബെറ്റർ ദാൻ നോട്ട് ഡൂയിങ്, റൈറ്റ്? ഒരു ചാരിറ്റി ഈസ് ബെറ്റർ ദാൻ നോട്ട് ഡൂയിങ് എനിത്തിങ്. പക്ഷേ ചാരിറ്റിയാണ് എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിൽ വന്നാൽ പിന്നെ എനിക്ക് എൻ്റെ എവല്യൂഷന് ആ ചാരിറ്റി കൊണ്ട് ഗുണമില്ല. പുറമേ ലോകത്തിന് ഗുണമുണ്ടായിരിക്കാം, പലർക്കും ആ കാശ് കൊണ്ടോ അല്ലെങ്കിൽ ആ എഫേർട്ട് കൊണ്ടോ ഗുണമുണ്ടായിരിക്കാം. പക്ഷെ ഞാൻ എന്ന ഒരു ഇൻഡിവിജ്വലിന്റെ സ്പിരിച്വൽ എവല്യൂഷനിൽ ആ ചിന്ത ഒരു വിലങ്ങുതൽ തന്നെയാണ്. തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ ഗുണാഗുണേഷു വർത്തന്ത ഇതി മത്വാന സജ്ജതേ. അപ്പൊ നേരത്തെ പറഞ്ഞ ശ്ലോകത്തിൽ 27ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ നോക്കി, 27ാമത്തെ പ്രകൃതേ ക്രിയമാണാനി എന്ന് പറഞ്ഞ ശ്ലോകത്തില് ബുദ്ധിയുള്ള ആള് ഫ്രൂട്ട്സ് ഓഫ് അറ്റാച്ച്മെന്റിനെ ഓവർകം ചെയ്യണം. അല്ലെങ്കിൽ ഈ ഡൂവർഷിപ്പ് നമ്മുടെ മനസ്സിൽ കിടന്നു കഴിഞ്ഞാൽ, ഡൂവറാണ് ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ബോധം മനസ്സിൽ കിടന്നു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ഓഫ് ആക്ഷന്റെ, അതായത് കർമ്മഫലത്തിന്റെ അറ്റാച്ച്മെന്റ് നിങ്ങളെ വിട്ടു പോവില്ല എന്ന്. ഇനി വൈസ് മാൻ, ബുദ്ധിയുള്ളവൻ എങ്ങനെയാണ് ചെയ്യുക? അപ്പൊ ബുദ്ധി ഇല്ലാത്തവനാണ് നേരത്തെ പറഞ്ഞത് പ്രകൃതിയുടെ വഴിക്ക് ഈ കർമ്മങ്ങളൊക്കെ ചെയ്ത് ഡൂവർഷിപ്പും വെച്ചുകൊണ്ടിരിക്കുന്നു. ഇനി ഗുണമുള്ളവരെന്താ ചെയ്യുക? തത്വവെത്തു മഹാബാഹോ, തത്വം അറിയുന്നവൻ, ഈ സത്യം എന്താണെന്ന് അറിയുന്നവൻ, തത്വവെത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോ. ഡിവിഷൻസ്, ഗുണ കർമ്മ വിഭാഗം. ഗുണ അതായത് ക്വാളിറ്റീസ്, സാത്വികം, രാജസികം, താമസികം, അതിന്റെ വിഭാഗങ്ങൾ, അതിന്റെ ഡിവിഷൻസ്, എങ്ങനെയാണ് ഒരു കർമ്മം സാത്വികമോ രാജസികമോ താമസികമോ ആണ് എന്ന് മനസ്സിലാക്കിയവൻ, അതിന്റെ ഡിവിഷൻ മനസ്സിലാക്കിയ ആള് ഗുണാഗുണേഷു വർത്തന്തേ ഇതി മത്വാ ന സജ്ജതേ. ഗുണാഗുണേഷു വർത്തന്തേ. ഈ ഗുണങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രവർത്തിക്കും. ഈ ഗുണങ്ങളിൽ ഇതാണ് താമസികമാണ്, സാത്വികമാണ്, രാജസികമാണ് എന്നുള്ള, അതായത് ഈ നമ്മുടെ സെൻസ് ഓർഗൻസ് അറിയുന്ന ഗുണങ്ങൾ. അപ്പൊ എനിക്കൊരു സാധനം കണ്ടു, അതെനിക്ക് ഇഷ്ടമായി, അതിനോട് എനിക്ക് തോന്നുന്ന ആ ആഗ്രഹം വെച്ചിട്ട് ഞാൻ മൂവ് ചെയ്യും. പക്ഷേ ഇതൊന്നും എന്നെ അഫക്റ്റ് ചെയ്യാത്ത പോലെ. യു വിൽ നോട്ട് സീ ദ ഡിഫറൻസ് ഇൻ ഹൗ ഹി ബിഹേവ്സ് ഓർ ആക്ട്സ്. നേരത്തെ പറഞ്ഞ മാതിരി സ്ഥിരപ്രജ്ഞന്റെ ലക്ഷണം തന്നെയാണിത്. ഹി വിൽ ആക്ട് ആസ് ഇഫ് ഇറ്റ് ഈസ് നോർമൽ. ഈ ഗുണങ്ങളുടെ ഇടയിൽ, പ്രകൃതിയുടെ ഇടയിൽ തന്നെ രമിച്ച് ഇതിന്റെ ഇടയിൽ തന്നെ നടക്കും. പക്ഷെ ഇതൊന്നും അറ്റാച്ച് ചെയ്യില്ല. വർത്തന്തേ ഇതി മത്വാന സജ്ജതേ. ഗുണാഗുണേഷു വർത്തന്തേ ഇത് മത്വാന സജ്ജതേ. അപ്പൊ ആറ്റിറ്റ്യൂഡ് കാരണം ഹിൽ സ്റ്റിൽ ബി ഇൻ ദ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി. ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. പക്ഷേ ഹി വിൽ നോ ദാറ്റ് ഇതൊന്നും എന്നെ അറ്റാച്ച് ചെയ്യരുത് എന്നുള്ള നോളജോടെ ഇതിനിടയിലൊക്കെ തന്നെ ഉണ്ടാവും. സോ അറ്റാച്ച്മെന്റ് തീരെ ഉണ്ടാവില്ല. പക്ഷേ ഹിസ് ആക്ഷൻസ് വുഡ് ലുക്ക് എക്സാക്ട്ലി ലൈക്ക് എനി അതർ ആക്ഷൻ. അപ്പൊ ആക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത കാരണം ഹി വിൽ നോ ഫോർ ഹിംസെൽഫ് ദാറ്റ് ഹി ഈസ് ഡൂയിങ് ഇറ്റ് അൺഅറ്റാച്ച്ഡ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വിമൂഢാത്മയാണെങ്കിൽ ഫ്രൂട്ട്സ് ഓഫ് ആക്ഷൻ നോക്കിയിരിക്കും. കാരണം ഇഗ്നറൻസ് തോട്ട്സ്, ഡിസയർ വന്നു, ഡിസയറിന് തോട്ട്സ് വന്നു, ആ തോട്ട് ആക്ഷൻ ആക്കി, ആ ആക്ഷൻ ഞാനാണ് ചെയ്യുന്നതെന്നൊരു ബോധം വന്നു, ഞാനാണ് ചെയ്യുന്നതെന്നൊരു ബോധം വന്നപ്പോൾ കർത്താവ് ഭോക്തമായി, കർത്തൃബോധം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ അനുഭവിക്കണം ഇതെന്നുള്ള ഭോക്തൃബോധമായി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്താവും എന്നുള്ള ചിന്ത, ഫ്രൂട്ട്സ് ഓഫ് ആക്ഷൻ ചിന്ത. ഇങ്ങനെയുള്ള വൈസ് മാൻ അതൊന്നുമില്ല. ഈ ശ്ലോകത്തിൽ അതാണ് പറയുന്നത്, അതൊന്നുമില്ല. ഇനി പ്രകൃതേ ഗുണസമ്മൂഢ, നേരത്തെ തുടങ്ങിയ ശ്ലോകം, പ്രകൃതേ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു താനകൃഷ്ണവിദോ മന്ദാൻ കൃഷ്ണവിൻ വിചാലയേ. ഈ ഡെല്യൂട്ടഡ് ബൈ ക്വാളിറ്റീസ് ഓഫ് നേച്ചർ, ഈ മൂന്ന് ഗുണങ്ങൾ കൊണ്ടുള്ള ഡെല്യൂഷൻ വന്നു കഴിഞ്ഞാൽ then you are attached to the functions of the qualities. എന്നിട്ട് രണ്ടാമത്തേൽ വീണ്ടും പറയാണ് താനകൃഷ്ണ വിദോ മന്ദാൻ കൃഷ്ണവിന്ന വിചാലയെ. ഇത് അറിയുന്ന ആള്, ഇതിനെക്കുറിച്ച് അറിയുന്ന, ഈ ഗുണങ്ങളെക്കുറിച്ചുള്ള ചിന്തയും അത് കർമ്മത്തിനെ ബന്ധിക്കും എന്നും അറിയുന്ന ഒരാള് കർമ്മം ചെയ്യാതെ, അതായത്
ഈ കർമ്മങ്ങളൊക്കെ എന്നിലൂടെയാണ് പോകുന്നത്, ആക്ട് അൺഅറ്റാച്ച്ഡ് ആണെങ്കിൽ കൂടെ ഹി ഷുഡ് നോട്ട് കൺഫ്യൂസ് വിമൂഢന്മാരെ മന്ദബുദ്ധികളെ, അവരുടെ മനസ്സിനെ ചഞ്ചലചിത്തമാക്കരുത്. ബിക്കോസ് അവർക്ക് നമ്മളെ മാതിരിയുള്ളവർക്ക് മനസ്സിലാവില്ല അത്. കാരണം ഈ മെന്റൽ ഇംപ്രഷൻസ് ആണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്, നമ്മൾ മനസ്സിലാവില്ല. അപ്പൊ ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചപ്പോൾ 26ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞ അതേയായിരിക്കും. വീണ്ടും തെറ്റിദ്ധാരണകൾ വരാൻ ചാൻസ് ഉണ്ട്. അത് അങ്ങനെ വരരുത്. അപ്പൊ അതിന് എങ്ങനെ ആക്ട് ചെയ്യണം. ഞാൻ അടുത്ത 2 ശ്ലോകത്തിലാണ് എങ്ങനെയാണ് ആക്ഷൻ നമ്മളെ മാതിരിയുള്ള ഒരു ഇഗ്നറന്റ് ആയിട്ടുള്ള ആൾക്കാർ. ഈ ശ്ലോകം ഒന്നുകൂടി പറയോ? ഓക്കെ. പ്രകൃതേ ഗുണസമ്മൂഢ സജ്ജന്തേ ഗുണകർമ്മസു. പ്രകൃതേ ഗുണസമ്മൂഢ, പ്രകൃതിയുടെ ഗുണങ്ങൾ, സാത്വികം താമസികം രാജസികം എന്നുള്ളതിനെ കുറിച്ച് അറിയാത്തവൻ ഇന്ദ്രിയങ്ങ വ്യാപാരത്തിൽ ബന്ധനായിട്ടാണ് ജോലിയൊക്കെ ചെയ്യുന്നത്. ഹി ഡസ് എവറിത്തിങ് അറ്റാച്ച്ഡ് ബൈ ദ സെൻസ് ഓബ്ജക്ട്സ്. അപ്പം അറ്റാച്ച്മെന്റോടുകൂടിയാണ് എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരാളെ കർമ്മം ചെയ്യാതാക്കരുത് ഒരു ബുദ്ധിയുള്ള ആള്. അപ്പം വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ ഒരാള് ട്രാവൽ ചെയ്യാൻ, റോഡിൽ ട്രാവൽ, നിങ്ങളോട് വഴി ചോദിച്ചു, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് വഴി ചോദിച്ചു. ആൻഡ് യു നോ ഹി ഈസ് ഗോയിങ് ഇൻ ദ റോങ് ഡിറക്ഷൻ, റൈറ്റ്? സോ വാട്ട് ഈസ് യുവർ ജോബ്? ഒരു നന്നായിട്ട് വഴി പറഞ്ഞു കൊടുക്കേണ്ട ആളുടെ ജോലി എന്താണ്? തിരിച്ച് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലെ? അതിന് പകരം നീ പോവാ വേണ്ട, ഇവിടെ നിന്നോ എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിൽ എത്തുമോ? കണ്ടോ, ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ്, ഞാനൊന്നും ചെയ്യുന്നില്ല, സോ യു ഓൾസോ സിറ്റ് ഹിയർ എന്ന് പറഞ്ഞാല് എത്തില്ല. സോ ഒരാൾ തെറ്റാണെന്ന് നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ തന്നെ, നിങ്ങൾക്കറിയാം ഇതിലൊന്നും ഒരു കാര്യമില്ല. എന്നിട്ട് ചില ആൾക്കാർ പറഞ്ഞു വെറുതെ ഇതിലൊന്നും ഒരു അർത്ഥമില്ല, എല്ലാം മായയാണ്, ഇതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? അങ്ങനെ പറഞ്ഞ് ധാരാളം ഇങ്ങനെ പറയുന്ന ആൾക്കാർക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ് സത്യം. അവര് ചുമ്മാ അടിച്ചു വിടുകയാണ്, എല്ലാം മായയാണെന്ന്. പക്ഷെ അങ്ങനെ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇതൊക്കെ അറിയുകയാണെങ്കിൽ കൂടെ, ഇതൊക്കെ ഒരു പ്ലേ ഓഫ് നേച്ചറാണ്, ഇതിലൊന്നും ഒരു അർത്ഥമില്ല നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ കൂടെ, ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ഒരാളെ ഇനാക്റ്റീവ് നിങ്ങൾ ആക്കരുത്. കാരണം അവർ കൺഫ്യൂസ്ഡ് ആൻഡ് ദേ മൈറ്റ് ഗോ ഇൻ ടു റോങ് പാത്ത്. അപ്പം ആ ഒരു നെഗറ്റീവ്സ് ആണ് ഇവിടേക്ക്. എന്തുകൊണ്ടാണ് ഇത് ഈ പ്രശ്നങ്ങൾ വരുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ കൺഫ്യൂസ്ഡ് ആക്കരുത്. പഠിച്ച വിവരമുള്ള ഒരാള് വിവരമില്ലാത്തവരെ കൺഫ്യൂസ് ചെയ്യരുത്. അതായത് നിങ്ങൾ ഒരാളെ ഒരു സാധനം പഠിപ്പിക്കുകയാണെങ്കിൽ കൺഫ്യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയണത് കാര്യങ്ങൾ അവരെ കൊണ്ട് കർമ്മത്തിന്റെ പാത്തിൽ അവരെ വീണ്ടും കൊണ്ടുവന്ന് അവരെ കർമ്മോത്സുകരാക്കണം. എന്നിട്ട് ഗ്രാജുവലി കർമ്മത്തിന്റെ ബന്ധങ്ങൾ എന്ന്. കാരണം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞില്ലേ, ഈഗോ, ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ഈഗോ വരുന്നത് തന്നെയാണ് കാരണം. ആ ഈഗോ ആണ് നിങ്ങളെ ഒരു കർമ്മഫലത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ അത് മാറണമെങ്കിൽ കർമ്മം ചെയ്യാതിരിക്കലല്ല വേണ്ടത്, കർമ്മം ചെയ്ത് കറക്റ്റ് ഡയറക്ഷനിൽ കൊണ്ടുവരണം. അപ്പൊ അതിനുള്ളത് അടുത്ത ശ്ലോകത്തിൽ. സോ ഹൗ വുഡ്, എങ്ങനെയാണ് ഒരു ഇഗ്നറന്റ് മാൻ, നമ്മളെ പോലുള്ള വിമൂഢാത്മാക്കള് എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്? 30ാമത്തേല് വളരെ വളരെ എളുപ്പമുള്ള വഴിയുണ്ട്, വളരെ വളരെ എളുപ്പമായിട്ട്, വെരി സിമ്പിൾ വഴി. അത് ഇതില് ഭഗവത്ഗീതയിൽ ഈ ഒരു കോൺസെപ്റ്റ് വെറുതെ വരും പല സമയത്ത്. മൈ സർവാണി കർമാണി സന്യസ്യധ്യാത്മചേതസ നിരാശിർ നിർമമോ ഭൂത്വാ യുധ്വസ്വ വിഗതജ്വരാഃ. മൈ സർവാണി കർമാണി സന്യസ്യാധ്യാത്മചേതസ. മൈ സർവാണി കർമാണി, എല്ലാ കർമ്മങ്ങളും, മൈ എന്നിൽ, സന്യസ്യാധ്യാത്മചേതസ റിനൗൺസ് ചെയ്ത്, വിത്ത് എ പ്യുവർ മൈൻഡ്, വിത്ത് അധ്യാത്മ ബുദ്ധി, വിത്ത് എ ട്രാങ്ക്വൽ മൈൻഡ്, വിത്ത് എ സെറീൻ മൈൻഡ്, എന്നിൽ എല്ലാം അർപ്പിക്കുക. ഇതാണ് ഈശ്വരാർപ്പണം എന്ന് പറയുന്നത്. അപ്പൊ കർമ്മത്തിൽ ഭക്തി മെല്ലെ മിക്സ് ചെയ്യാൻ. ഇവിടെ ചായ ഉണ്ടാക്കി മധുരം പോരാ തോന്നി, കൊടുത്ത ഭക്തന് ഉപയോഗിക്കാനുള്ള മധുരം പോരാ, അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്ന പോലെ. എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്? ഇത്രയും ഞാൻ പറഞ്ഞത് നിനക്കൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. മൈ സർവാണി കർമാണി സന്യസ്യധ്യാത്മചേതസ, എന്നിലെല്ലാം അർപ്പിച്ച് ചെയ്തോളൂ. എന്നിൽ എന്ന് പറയുന്നത് ഒരു ഹയർ ഐഡിയലിൽ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പം സബ്ലിമേഷൻ ആണ്, സപ്രഷൻ അല്ല. നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ലെവലിൽ നിന്ന് ഉയർന്ന് ആർക്കാണോ ഇത് കൊടുക്കേണ്ടത്, എഗെയിൻ ഒന്നുമില്ല, യജ്ഞഭാവന, യജ്ഞത്തിലും അർപ്പിക്കലല്ലേ ഉള്ളത്, യജ്ഞത്തിലെല്ലാം സാക്രിഫൈസ് അർപ്പിക്കലല്ലേ. അതേപോലെ ഇവിടെ പറയുന്നത് കുറച്ചുകൂടി ഒരു ക്ലിയറർ അർപ്പിക്കൽ പറഞ്ഞു.
എനിക്ക് തന്നോളൂ, ഞാനാകുന്ന ഭഗവാന്, ഞാനാകുന്ന റിയലൈസ് സോളിന്, ഞാനാകുന്ന പരമാത്മാവിന് അർപ്പിച്ചോളൂ എല്ലാം. അതിനിപ്പോ നിങ്ങളെ ഒരു സഗുണ രൂപത്തില് ഒരു പ്രാർത്ഥിക്കുന്ന ഈശ്വരനായാലും അല്ലെങ്കിൽ നിർഗുണ രൂപത്തില് ഒരു ആദർശമായാലും വിരോധമില്ല. അതിലേക്ക് സമർപ്പിച്ച് കഴിയുക. അങ്ങനെ മൈ സർവാണി കർമാണി സന്യസ്യാത്മ ചേതസ, അങ്ങനെ ചെയ്തിട്ട് അടുത്ത രണ്ടെണ്ണം ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് രണ്ട് കാര്യങ്ങൾ. നിരാശീർ നിർമ്മമോ ഭൂത്വ യുദ്ധ്വസ്വ വിഗതജ്വര. നിരാശീർ നിർമ്മമ, ഇതൊരു മിസ്ഇന്റർപ്രറ്റഡ് ഐഡിയ ആണ്. നിരാശീർ നിർമ്മമ, നിരാശനായിട്ട്, അതായത് ഹോപ്പ്ലെസ് ആയിട്ട് ചെയ്തോളൂ. സിമ്പിൾ മീനിങ് പറയുമ്പോൾ നിരാശനായിട്ട് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ഹോപ്പ്ലെസ് ആയിട്ട് പണിയെടുത്ത്, ആശയൊന്നും ഇല്ലാണ്ട്, ഒരു ഹോപ്പും ഇല്ലാണ്ട് പണിയെടുത്തോളൂ. അത് അങ്ങനത്തെ ഹോപ്പ് അല്ല ഉദ്ദേശിക്കുന്നത്. സോ ഐഡിയലി ഇതിനെക്കുറിച്ച് നിരാശ നിർമ്മമ, മമത്വം, എന്റേത് എന്നുള്ള തോന്നൽ, അറ്റാച്ച്മെന്റ്, ഈഗോ. അപ്പൊ ഇത് രണ്ടും വേണ്ട എന്ന് പറയുന്നത് ഈ ആശ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മലയാളത്തിൽ ഇടയ്ക്കിടയ്ക്ക് പല പല കവിതകളിലും കാണും ആശ പാശം ഒരുമിച്ചാ കാണുക ആ വാക്ക്, അല്ലേ? ആശ എപ്പോഴും നമ്മളെ കെട്ടിയിടുന്ന ഒരു സാധനമാണ്. ആശ പാശം തന്നെയാണ്, ആശ കയറാണ്. അപ്പം ആശ, ഹോപ്പ് എന്ന് പറയുന്നത് പ്രതീക്ഷ എവിടെ ഉണ്ടാവുക? ഫ്യൂച്ചറിലേക്ക് ഒരു കാര്യത്തിലുള്ള പ്രതീക്ഷയല്ലേ. പ്രസന്റിൽ ഹോപ്പ് ഇല്ലല്ലോ ഒരിക്കലും. There is no hope in the present. So hope is in the future. അപ്പം ഫ്യൂച്ചറിലേക്കുള്ള ഹോപ്പ് എന്താ ചെയ്യുന്നത്? ഇറ്റ്സ് ബൈൻഡിങ് യു, റൈറ്റ്? അതൊരു പാശമായിട്ട് കെട്ടിയിടുകയാണ്. സോ ഹോപ്പ് ഈസ് ഇതുവരെ മാനിഫെസ്റ്റ് ചെയ്യാത്ത എന്തോ ഫ്യൂച്ചറിൽ വരും എന്നുള്ളതിന്റെ പ്രതീക്ഷയാണ് ഹോപ്പ്. അത് വേണ്ട, വിച്ച് മീൻസ് സിമ്പിൾ, നോ കൺസേൺസ് അബൌട്ട് ദ ഫ്യൂച്ചർ. ഒരു കർമ്മം ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ എന്താ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? കർമ്മത്തിന്റെ ഫലം, അല്ലെ? അത് ഫ്യൂച്ചറിലല്ലേ വരുന്നത്. കർമ്മത്തിന്റെ ഫലം ഫ്യൂച്ചറിലല്ലേ വരുന്നത്. ഇതെന്താ പറയുന്നത്? വിത്തൗട്ട് നിരാശീർ എന്ന് പറയുമ്പം കർമ്മഫല ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതിന്റെ എസെൻഷ്യൽ മീനിങ്. അപ്പൊ ആശ ഇല്ലാതെ നിരാശനായിട്ട് ഹതാശനായിട്ട് ഇനിയിപ്പോ എങ്ങനെയെങ്കിലും പണിയെടുത്ത് ഉത്സാഹമില്ലാതെ തീരാമെന്നല്ല പറയുന്നത്. നിരാശീർ, ആശയില്ലാതെ, അതായത് ഹോപ്സ് ഫോർ ദ ഫ്യൂച്ചർ, എക്സ്പെക്ടേഷൻസ് ഓഫ് ദ ഫ്യൂച്ചർ ഇല്ലാതെ. ആശ എന്നുള്ളത് തന്നെ ഫ്യൂച്ചറിലാണ്, ഭാവിയിൽ വരുന്ന ഒരു കാര്യമാണ്, അതിന്റെ റിയലൈസേഷനാണ് ആശ എന്നുള്ളത് കൊണ്ട് തന്നെ അതില്ലാതെ, ആശയാകുന്ന പാശം ബന്ധിക്കാതെ, കർമ്മഫലമാകുന്ന പാശം ബന്ധിക്കാതെ പണിയെടുക്കുക. ഇനി അടുത്ത നിർമ്മമ, മമത്വം, ഈഗോ, എൻ്റെ എന്നുള്ള തോന്നൽ, ഞാൻ എന്നുള്ള തോന്നൽ, ഈഗോ എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്? ഞാൻ ഇന്നതാണ്, ഇന്നതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, ഇതൊക്കെയാണ് എന്നെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഈഗോ മുഴുവൻ പാസ്റ്റിലല്ലേ, റൈറ്റ്? At this moment, at the present moment, you don't have anything. You are as pure as it gets. Ramana Maharshi പറഞ്ഞ മാതിരി you are that ultimate essence. ഈ പ്രസന്റിൽ ഒന്നുമില്ല. പക്ഷെ സഡൻലി when you go back, ഞാൻ ഇന്ന ആളാണ്, 4 കൊല്ലം എഞ്ചിനീയറിംഗ് പഠിച്ചു, ഞാൻ എഞ്ചിനീയർ ആയി, പിന്നെ ഞാൻ പോയി ഇന്ന കോഴ്സ് ചെയ്തു, ആ കോഴ്സ് ചെയ്തപ്പോൾ ഞാൻ ഇപ്പം ഇതായിരുന്നു, ഞാൻ ഇത്രയും ആൾക്കാരെ പഠിപ്പിക്കുന്നു, ഞാനാണ്, എൻ്റെ ജ്ഞാനമാണ് ഇതൊക്കെ, ഞാൻ ഇതൊക്കെ പഠിച്ചത് കൊണ്ടാണ് ഇപ്പൊ ഇത് മുഴുവൻ ഞാനെന്ന ഭാവം മുഴുവൻ ബാക്ക് എന്നല്ലേ വരുന്നത്, ഒക്കെ പാസ്റ്റ് എന്നല്ലേ വരുന്നത്, റൈറ്റ്? അപ്പൊ ഇത് നിരാശീർ നിർമ്മമ എന്ന് പറയുമ്പോൾ ലിവ് ഇൻ ദ പ്രസന്റ്. അതന്നെ, പാസ്റ്റും ഇല്ല ഫ്യൂച്ചറും ഇല്ല. ബിക്കോസ് എനി ട്രാക്കിംഗ് ബാക്ക് ടു ദ പാസ്റ്റ് is only going to either stroke your ego or to create even more vasanas in your mind. Any thought about the future, this does not mean you should not plan ahead. Planning ahead is nalla karma kushaladeyude oru karyam thaneyanu planning ahead. പക്ഷെ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറയുമ്പോൾ, ഞാൻ ഈ പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം. ഇപ്പൊ ഞാനൊരു വളരെ മനോഹരമായ സ്ഥലത്തേക്ക് ഒരു ഡ്രൈവ് പ്ലാൻ ചെയ്യണം. യു ഹാവ് ടു പ്ലാൻ യുവർ ഡ്രൈവ്, റൈറ്റ്? എവിടെ സ്റ്റോപ്പ് ചെയ്യണം, എവിടെ താമസിക്കാം രാത്രി, ഇല്ലെങ്കിൽ ഇറ്റ് ബിക്കം an aimless journey. രാത്രി എവിടെ താമസിക്കാം, എന്ത് ആഹാരം കഴിക്കാം, നിങ്ങൾക്ക് ഇതൊക്കെ പ്ലാൻ ചെയ്യാം. യു ക്യാൻ പ്ലാൻ ദിസ് അഹെഡ്. പാടില്ല, ഇത് രണ്ടുമില്ലാതിരുന്നാൽ ദാറ്റ് ഈസ് ദ റൈറ്റ് വേ ടു വർക്ക്. ഒരു കാര്യം കൂടെ പറയേണ്ടത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. നിരാശിർ നിർമ്മമോ ഭൂത്വ യുദ്ധ്വസ്വ വിഗത ജ്വര. ജ്വരം എന്ന് പറയുമ്പോൾ ഫീവർ, പനി. പക്ഷെ ഇവിടെ പറയുന്നത് ഫീവർ എന്ന് പറയുന്നത് ഇറ്റ്സ്
indirect way of saying anxiety. Fever of anxiety. അപ്പൊ എന്തിനാണ് നമ്മൾ ആങ്ഷ്യസ് ആവുക? സെയിം തിങ്, കർമ്മത്തിന്റെ ഫലത്തിന് അല്ലെ. പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ഭയങ്കര ആങ്ഷ്യസ് ആയിട്ട് എന്തിനാ കാത്തിരിക്കുക? റിസൾട്ടിന്, കർമ്മഫലത്തിന്. അപ്പം വിഗതജ്വര, വിത്തൗട്ട് ആങ്സൈറ്റി, വിത്തൗട്ട് ദ ഫീവറിഷ് ആങ്സൈറ്റി, യുദ്ധ്വസ്വ, ഫൈറ്റ്, വർക്ക് ചെയ്യുക. അപ്പം ഇത് ഒരു പുതിയ തരം ഇന്റർപ്രിട്ടേഷൻ ടു സേ ദാറ്റ് നിങ്ങൾ വിമൂഢനാണ്, അല്ലെങ്കിൽ ഇഗ്നറന്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങളെ അതിന്റെ ആധ്യാത്മികമായ തലത്തിൽ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ വിരോധമില്ല. ഐ എം ഗിവിംഗ് യു എ ടൂൾ. ബേസിക്കലി ഇറ്റ് സെയിങ്, നിനക്ക് സോഫ്റ്റ്വെയർ പ്രോഗ്രാം എഴുതാൻ അറിയില്ലെങ്കിൽ ഐ എം ഗിവിംഗ് യു ആൻ എക്സിക്യൂട്ടബിൾ, ജസ്റ്റ് റൺ ഇറ്റ്. റൈറ്റ്? ഓക്കെ, നിനക്ക് കോഡിങ് അറിയില്ല, ഇത്രയും കാലം ഞാൻ പറഞ്ഞു കോഡ് ചെയ്യണം, ഇതൊക്കെ മനസ്സിൽ കോഡ് ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ നീ എല്ലാം കഴിഞ്ഞ് വന്ന് പറയുന്നു എനിക്ക് കോഡിങ് അറിയില്ല, ഞാൻ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജും പഠിച്ചിട്ടില്ല എന്ന്. സാരില്ല, ഹിയർ ഈസ് എക്സിക്യൂട്ടബിൾ, റൺ ഇറ്റ് ആൻഡ് കീപ് ദ റിസൾട്ട്. ആ റണ്ണിങ് ആണ് ചെയ്യുന്നതൊക്കെ മൈ സർവസ്വ സന്യാസധ്യാത്മ ചേതസ മൈ സർവസ്വ കർമാണി, എല്ലാം മൈ സർവാണി കർമാണി, എന്നിലെല്ലാം കർമ്മങ്ങളെയും എല്ലാ കർമ്മങ്ങളെയും സമർപ്പിക്കുക. ഇത്രയും ഈ ലോങ് വൈൻഡഡ് ഐഡിയാസ് അബൌട്ട് ഗുണങ്ങളാണ് കർമ്മങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഗുണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഓരോ തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത്. ആ ഗുണങ്ങൾ എന്താണെന്ന് അറിയുന്നവൻ കർമ്മത്തിന്റെ ഫീൽഡിൽ വ്യാപൃതനായിട്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ഗുണങ്ങളെക്കുറിച്ച് അറിയാത്തവൻ, നല്ലോണം അറിയുന്നവൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് അവനെ എമുലേറ്റ് ചെയ്യാൻ നോക്കും. അങ്ങനെ ചെയ്യരുത്. അങ്ങനെയുള്ള ജ്ഞാനി ഇങ്ങനെയുള്ള തെറ്റായ ധാരണ പകർന്നു കൊടുക്കരുത്. He should always work to make sure that people understand how to work. ഇനിയിപ്പോ നിനക്ക് ഇതൊന്നും പറ്റിയില്ലെങ്കിൽ just dedicate all your work to me. ഇത് കണ്ടോ, കർമ്മം അങ്ങനെ ഭക്തിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ടോ? ഈവൻ കർമ്മയോഗം എന്നാണ് പേരെങ്കിലും ഭക്തിയോഗത്തിൽ കർമ്മം വരും, കർമ്മയോഗത്തിൽ ഭക്തി വരും, ജ്ഞാനയോഗത്തിൽ കർമ്മവും ഭക്തിയും വരും. ഇതൊക്കെ ഇന്റർമിങ്കിൾഡ് ആണ്. ഏത് ഡോമിനന്റ് ആയിരിക്കുന്നു അതിന് അത് പ്രകാരമുള്ള പേരിട്ടു ചാപ്റ്ററിന് തന്നെ ഉള്ളൂ. അപ്പൊ കർമ്മം ഡിവോഷൻ ആയിട്ട്, സോ ഇഫക്റ്റീവ്ലി കർമ്മം ഡിവോഷൻ ആയിട്ട് മാറുകയാണ്. ഇതിൽ വേറൊരു സട്ടിൽ ഹിന്റും കൂടിയുണ്ട്. ഇത് എന്നിൽ അർപ്പിച്ച് ചെയ്യുക. എന്തുകൊണ്ടാണ് നിനക്ക് എന്നിൽ അർപ്പിച്ച് ചെയ്യേണ്ടി വന്നത്? ജ്ഞാനം എന്നുള്ളത് നിനക്ക് ഇല്ലാത്തത് കൊണ്ട് അല്ലെ? ഇതിന്റെ അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും അങ്ങോട്ട് എൻഫോഴ്സ്ഡ് ആയി കഴിഞ്ഞാൽ എന്നിൽ അർപ്പിച്ചാണ് ചെയ്യുന്നത് എന്നുള്ളത് ഓട്ടോമാറ്റിക്കായി. ഇപ്പൊ നിനക്ക് നിന്നോട് തന്നെ പറയേണ്ടി വരുന്നു, ഞാൻ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്നു. കാരണം എനിക്ക് ആ ബുദ്ധി ഉറച്ചിട്ടില്ല. ബുദ്ധി ഉറക്കാത്ത കാരണം എനിക്ക് എന്നെ തന്നെ കൺവിൻസ് ചെയ്തിട്ട് മൈ സർവാണി കർമാണി ഭഗവാനിലേക്ക് എല്ലാം അർപ്പിക്കുന്നു. പക്ഷെ ബുദ്ധി ഉറച്ചു കഴിഞ്ഞാൽ എന്താവും? നിന്റെ മനസ്സിൽ നീ അത് വിചാരിക്കേണ്ട ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന കർമ്മം സമർപ്പണമാവും. അപ്പോ വേറൊരു കാര്യം കൂടെ പറഞ്ഞു വെക്കുകയാണ്. ആദ്യം പറഞ്ഞ മാതിരി കർമ്മയോഗ ഈസ് എ പാത്ത് ടുവേർഡ്സ് ജ്ഞാനയോഗ. ദിസ് ഇസ് എ സീരിയൽ പാത്ത്, ദിസ് ഇസ് നോട്ട് എ പാരലൽ പാത്ത്. ധാരാളം പേര് വിചാരിക്കും ഏതെങ്കിലും ഒരു വഴി മതിയെന്ന്. അങ്ങനെ ഒരു വഴി മതി എന്നല്ല പറയുന്നത്, എല്ലാ വഴികളും ഒന്നിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ കർമ്മയോഗം ചെയ്യുമ്പോൾ തന്നെ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നീ ഇത് തന്നെയാണ് നീ ചെയ്യുക. അതാണ് നേരത്തെ പറഞ്ഞൊരു വിദ്വാൻ എങ്ങനെ ചെയ്യുന്നത്, ഇത് തന്നെയാണ് നീ ചെയ്യുക. പക്ഷെ യുവർ മെന്റൽ ആറ്റിറ്റ്യൂഡ് വിൽ ബി ഡിഫറെന്റ്. ആ ഡിഫറൻസ് ഓഫ് ദാറ്റ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ഇസ് വാട്ട് വി ആർ ഏർണിംഗ് ഫോർ. കാരണം ഇതൊന്നും ആരെയും ബോധിപ്പിക്കാനല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്, ആരും പുറമെ ഒരാൾ അറിയാനല്ല. നമ്മുടെ മനസ്സിൽ നമ്മുടെ മെന്റൽ ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, വെൻ യു ഫൈൻഡ് ദാറ്റ് ഇന്റേണൽ എനർജി ആൻഡ് ദാറ്റ് ഇന്റേണൽ ക്ലീൻലിനെസ്, ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ, ദാറ്റ് ഇസ് വാട്ട് യു. അപ്പം ഇന്ന് ഇത് അടുത്ത ശ്ലോകത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. ആരാണോ എന്നിൽ പൂർണ്ണമായിട്ട് മനസ്സർപ്പിച്ച് ചെയ്യുന്നത് അവര് എന്നിലേക്ക് തന്നെ എത്തുന്നു. അവര് എല്ലാ കർമ്മത്തിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവുന്നു. ഇതേ തന്നെയാണ് അടുത്ത ശ്ലോകത്തിലും പറയുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നിർത്താം. ഓൾമോസ്റ്റ് ഒരു 45 minutes ആയി. കുറച്ചൊരു ചുരുക്കത്തിൽ എത്ര പറയുന്നുള്ളൂ? ഭക്തിയോടുകൂടി കർമ്മം ചെയ്യുക,
റിസൾട്ട്സിനോട് അറ്റാച്ച്മെന്റ് ഇല്ലാതെ അത്രയും ചെയ്യാൻ പറ്റുന്ന പെർഫെക്ഷനിൽ ചെയ്യുക. റിസൾട്ട് എന്തായാലും അക്സെപ്റ്റ് ചെയ്യുക. അതെ. എങ്ങനെ ഇപ്പൊ നേരത്തെ ആദ്യം കഴിഞ്ഞ അധ്യായത്തിലൊക്കെ കർമ്മഫലത്യാഗം എന്ന് പറഞ്ഞു. ഇപ്പൊ കുറേശ്ശായിട്ട് പാത്ത് ഓഫ് റൈറ്റ് ആക്ഷൻ, മെത്തേഡ്സ് ഓഫ് റൈറ്റ് ആക്ഷൻ എന്നുള്ളത് പറഞ്ഞു വരികയാണ്. അത്ര തന്നെ. ഇത് ഇഫക്റ്റീവ്ലി കർമ്മഫലത്യാഗം എന്നുള്ളത് നമ്മുടെ മനസ്സിൽ അടിസ്ഥാനപ്പെടുത്തി വെക്കുക. അങ്ങനെ ചെയ്ത് വരുമ്പോൾ കർമ്മഫലത്യാഗം എന്നുള്ളത് ചിന്തിക്കാതെ തന്നെ നീ കർമ്മഫലം ത്യജിക്കും. അവിടെയാണ് പെർഫെക്റ്റ് ആലോചിക്കുക. എനിക്കിപ്പം എന്റെ ജോലി പണിയെടുക്കുക മാത്രമാണ്, എനിക്ക് അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല. ഹൂ എവർ സേസ് എനിക്ക് അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല, അതിനെക്കുറിച്ച് ചിന്തയില്ല എന്ന് പറയാൻ പറ്റുമോ? സോ ഹൂ എവർ ഈസ് ഞാൻ കർമ്മഫലത്തിനെ കുറിച്ച് ഒന്നും ചിന്തിക്കാറില്ല, എനിക്കൊന്നും അങ്ങനെ ചിന്തിക്കണില്ല എന്ന് പറഞ്ഞാൽ ബേസിക്കലി യു തോട്ട് അബൌട്ട് ഇറ്റ് ആൻഡ് ദെൻ സെഡ് യു ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ഇറ്റ്, റൈറ്റ്? അങ്ങനെ ഇതൊരു ഫീൽ സ്കീമിലേ വരുന്നില്ല. കർമ്മഫലം, ഇത് കർമ്മം എന്നിലൂടെ നടക്കുന്നു. ദിസ് ആക്ടിവിറ്റി ഗോസ് ത്രൂ മീ, ദിസ് ആക്ടിവിറ്റി വിൽ ഹാപ്പൻ വിത്ത് മീ, വിത്തൗട്ട് മീ, ഡസന്റ് മാറ്റർ. ഐ എം ഡൂയിങ് ഇറ്റ് വിത്തൗട്ട് എനി ഇത്. ഐ എം ജസ്റ്റ് ഇൻവോൾവ് ഇൻ ദ ഫീൽഡ് ഓഫ് ആക്ടിവിറ്റി ആൻഡ് ദെൻ ഐ നാച്ചുറലി ബിക്കം ദാറ്റ്. അവിടെയാണ് പെർഫെക്ഷൻ, വിച്ച് ഇസ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ലേ ഹൗ ഡിഫിക്കൽട്ട് ദാറ്റ് ഈസ്, ആ ഒരു സ്റ്റേജ് ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ്. അപ്പൊ അതിന് ആ ഒരു ഡിഫിക്കൽറ്റി ഭഗവാൻ അറിയാം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അതിനാണ് പറയുന്നത്, ഓക്കെ നിനക്ക് ഒരു ആശ്രയം വേണം. നമുക്കൊക്കെ അതല്ലേ വേണ്ട. നമുക്കൊക്കെ ദ ഹോൾ ആക്ഷൻ, നമ്മുടെ ജനിച്ചത് മുതൽ നമ്മൾ മരിക്കുന്നത് വരെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഈസ് ഫോർ ഒരു ആശ്രയത്തിന് വേണ്ടിയാണ്. ഒരു സ്വന്തമാണ് എന്ന് അഹങ്കരിക്കുന്നത് തന്നെ ഒരു ആശ്രയത്തിന് വേണ്ടിയാണ്. ഞാൻ ഒറ്റയ്ക്കാണ്, ഞാനൊരു കേപ്പബിൾ ആണ്. നമുക്ക് എല്ലാത്തിനും ആശ്രയം വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഭഗവാൻ പറയാണ് എന്നെ ആക്കൂ ആ ആശ്രയം. കാരണം എന്തുകൊണ്ടാണ് എന്നെ ആക്കേണ്ടത്? എനിക്കിതിലൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ടും എനിക്കിതൊക്കെ അറിയുന്നത് കൊണ്ടും എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്ന് അറിയുന്നത് കൊണ്ടും നിന്നെ പഠിപ്പിക്കാൻ യോഗമുള്ളത് കൊണ്ടും നീ എന്നെ ആശ്രയമാക്കൂ, എന്നിൽ അർപ്പിക്കൂ എല്ലാം. ആൻഡ് ദെൻ ദാറ്റ് വിൽ ലീഡ് യു ടു ദി റൈറ്റ് പാത്ത്. സോ ഇതൊരു കർമ്മയോഗത്തിലെ ഏറ്റവും മനസ്സിലാക്കാൻ വിഷമവും, മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ചെയ്യാനില്ലാത്തതുമായ കുറച്ച് ശ്ലോകങ്ങളാണിത്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭഗവത്ഗീത ഇവിടെ നിർത്താം. ബേസിക്കലി ഈ ഒരു പാർട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാം അർപ്പിച്ച് ചെയ്ത് കർമ്മഫലം വേണം എന്ന് വിചാരം കൂടെ ഇല്ലാതെ ചെയ്യണം. ഇനിയിപ്പം എനിക്ക് കർമ്മഫലം ഒന്നും ആവശ്യമില്ലാട്ടോ എന്ന് പറഞ്ഞാൽ പോയി, കാരണം വിചാരിച്ചിട്ടല്ലേ പറഞ്ഞത്. അത് കണ്ടിന്യൂ ചെയ്യണം. മനസ്സിലായില്ല മൊത്തം. അല്ല, എനിക്ക് മനസ്സിലായില്ല. അതല്ലേ പറഞ്ഞു, എനിക്ക് മനസ്സിലായിട്ടില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ല അങ്ങനെയല്ല, ഇവിടെ വെച്ച് നിർത്താൻ പറ്റില്ല. അല്ല, ഇവിടെ വെച്ച് നിർത്തില്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നും നിർത്താൻ പറ്റില്ലല്ലോ, അങ്ങനെയല്ലേ? കാരണം കർമ്മത്തിന്റെ സൈക്കിളിലല്ലേ നമ്മൾ കിടക്കുന്നത്. ഒന്നും നിർത്താതെ ഹോൾ എഫേർട്ട് ഈസ് ചെയ്യുന്നതെല്ലാം ചെയ്തുകൊണ്ട്, കർമ്മം ചെയ്തുകൊണ്ട് ഇരിക്കുക. പക്ഷെ അതിനെ കർമ്മയോഗത്തിന്റെ ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതല്ലേ നമ്മുടെ ഐഡിയ, നമ്മുടെ ആവശ്യം. ചെയ്യേണ്ടത് ഒന്നും നിർത്തരുത്. അപ്പൊ പുറമേ നിന്നൊരാൾ വന്ന് നോക്കുമ്പം നിങ്ങൾ ചെയ്യുന്നത് ഒന്നും ഒരു വ്യത്യാസമായിട്ടൊന്നുമില്ല. മന്ത്രിഭായി നാളെയും കോട്ടും സൂട്ടും ടൈയും ഒക്കെ ഇട്ട് ഓഫീസിൽ പോയിരിക്കും, കറങ്ങണ കസേലിയിൽ അപ്പോഴും അവിടെ ഇരിക്കുന്നുണ്ടാവും. പുറമേ നിന്ന് വന്നൊരുത്തം വിചാരിക്കും ഇവൻ എന്തൊരു പത്രാസാണ് ഇവിടെ വന്നിരിക്കുന്നത്, അയാൾ അതും വിചാരിക്കും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കറിയാം ഈ കസേര ഇരിക്കുന്നതായാലും ഇനിയിപ്പോ തറയിലിരുന്നായാലും ഞാൻ ചെയ്യുന്നത് ഇത് തന്നെയാണ്, ഇതേ ജോലി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇനി ഇത് കണ്ണാടിയിട്ട റൂമായാലും, ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിൽ 51ാമത്തെ നിലയിലായാലും, വേറെ ഏതെങ്കിലും ഒരു കുഗ്രാമത്തിലെ ഒരു വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിലും ഐ എം ഡൂയിങ് ഇതാണ് എൻ്റെ കർമ്മം, ഇതാണ് ഞാൻ ചെയ്യുന്നത്, ആൻഡ് ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. എനിക്ക് ആ ബോധം ഉണ്ടാവണം. നമ്മളിപ്പോ ഡിസയർ തോട്ട് ആക്ഷന്റെ മുൻപ് ഇഗ്നറൻസ്, അത് ശരിയായ രീതിയിൽ ഭക്തിയോടുകൂടി അറ്റാച്ച്മെന്റ്സ് ടു ഫ്രൂട്ട്സ് ഓർ റിസൾട്ട്സ് ഇല്ലാതെ ഉള്ള ഒരു ആക്ഷൻ ആണെങ്കിൽ ആ ഇഗ്നറൻസിന് പിന്നെ അവിടെ സ്ഥാനമില്ല. അങ്ങനെ അറ്റാച്ച്മെന്റ് ടു ഫ്രൂട്ട്സ് ഓഫ് ആക്ഷൻസ് അല്ലാതെ ചെയ്താൽ പിന്നെ ഇഗ്നറൻസേ ഇല്ലല്ലോ. സോ അതാണ്, ഇതൊരു സൈക്കിളാണ്. അപ്പൊ ഈ അജ്ഞാനം വരുന്നത് തന്നെ നമുക്ക് റിയാലിറ്റി എന്താണ് എന്ന് അറിയാത്തത് കൊണ്ടാണ്. ആ റിയാലിറ്റി എന്താണ്? ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള ബോധം ആണ് ആ കർമ്മത്തിനോട് നിങ്ങളെ പിടിച്ചു നിർത്തുന്നത്. അപ്പൊ ആ ബോധം തന്നെയാണ് അജ്ഞാനം. അപ്പൊ ഞാനല്ല എന്ന് പറഞ്ഞാൽ വേറൊരു പ്രശ്നം വരും.
ഞാനല്ല ഇതൊന്നും ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ആര് ചെയ്യുന്നു എന്നുള്ളൊരു ചോദ്യം വരും. അപ്പൊ അത് സോൾവ് ചെയ്യാനാണ് പറഞ്ഞത്. ഭഗവാൻ പറഞ്ഞത് എന്റെ മേലെ ഇട്ടോ, ഇത് എനിക്കുള്ളതായിട്ട് ഇട്ടോ. ഇനി ഞാനാണ് എന്നുള്ള ചോദ്യത്തിന് വേറൊരു ചെറിയൊരു ട്വിസ്റ്റ് ആണ് കൊടുത്തത്. ഈ 3 കർമ്മങ്ങളെ, 3 ഗുണങ്ങളെ പറഞ്ഞിട്ട് ഗുണകർമ്മ വിഭാഗം, 3 ഗുണവിഭാഗങ്ങൾ തന്നെയാണ് കർമ്മം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. ഇനി അതിന്റെയും ബാക്കിൽ പോയാൽ പറയാം വാസനകളാണ് ചെയ്യുന്നത്. ഇനി വാസനയുടെയും ബാക്കിൽ പോയാൽ പറയാം അത് സംസ്കാരങ്ങളിൽ നിന്നുണ്ടായതാണെന്ന്. ഇപ്പൊ ഇതിങ്ങനെ പോയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ചക്രമായിട്ട്, കർമ്മത്തിന്റെ ചക്രമായിട്ട് വീണ്ടും ചുറ്റി വരും. പക്ഷെ ഈ അജ്ഞാനം എന്ന് പറയുന്നത് ഈ റൂട്ട് കോസ്. എന്താണ് അജ്ഞാനം? ഈഗോയിൽ നിന്ന് വരുന്നത്, ഞാനാണ് എന്നുള്ള തോന്നൽ. അത് തന്നെയാണ് അജ്ഞാനം. ശരിയായ ഒരാൾക്ക് വേണ്ട ഗുണം എന്ന് പറയുമ്പോൾ സത്വഗുണം മാത്രം പോരല്ലോ. സത്വഗുണം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ സത്വഗുണവും രജോ ഗുണവും കൂടി ഉള്ള ഒരു കോമ്പിനേഷൻ ആണോ വേണ്ടത്? അത് ആർക്കാണ് എന്നുള്ളത്. ഇപ്പം ഈ ഇപ്പോഴത്തെ നമ്മുടെ വ്യാഖ്യാനങ്ങളിൽ മുഴുവൻ പറയുമ്പം സത്വം എന്ന് പറയുന്നത് രജോ ഗുണം ഇസ് ആക്ടിവിറ്റി അല്ലെ, വളരെ ഊർജ്ജസ്വലമായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ രജോ ഗുണത്തിൽ വേറൊരു ഇതും കൂടി ഉണ്ട്. ഊർജ്ജമായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷെ രജോ ഗുണമുള്ളവൻ എങ്ങനെയായിരിക്കും പണി ചെയ്യുന്നത്? വിത്ത് ഇന്റൻസിറ്റി ആൻഡ് അറ്റാച്ച്മെന്റ്. അതുകൊണ്ട് രജോ നന്നായിട്ട് ഊർജ്ജസ്വലമായിട്ട് പണിയെടുക്കുക വിത്ത് നോ അറ്റാച്ച്മെന്റ് ഇസ് സത്വഗുണം. ഊർജ്ജസ്വലമായിട്ട് പണിയെടുക്കുക വിത്ത് അറ്റാച്ച്മെന്റ് ഇസ് രജോ ഗുണം. തീരെ പണിയെടുക്കാതിരിക്കുക ഇസ് തമോ ഗുണം. സത്വഗുണത്തില് പണിയെടുക്കലുണ്ടോ? ഊർജ്ജസ്വലമായിട്ട് പണിയെടുക്കും, ബട്ട് വിത്ത് നോ അറ്റാച്ച്മെന്റ്. സ്വാമി ചിന്മയാനന്ദനെ നോക്കിയ പണിയെടുത്ത് ദേ വർക്ക് 20 hours a day, പക്ഷെ വിത്തൗട്ട് അറ്റാച്ച്മെന്റ്. അപ്പൊ സത്വഗുണം തന്നെയല്ലേ വേണ്ടത്? സത്വഗുണം തന്നെയാണ് വേണ്ടത്, സത്വത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. പക്ഷെ നമുക്ക് ഇതൊക്കെ ചില സമയത്ത് നമുക്ക് ഇപ്പൊ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാണ്. ഡു യു എവർ തിങ്ക് അബൌട്ട് ദ ബുദ്ധിമുട്ട്? നിങ്ങൾ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾ ആലോചിക്കുമോ? നിങ്ങൾ ചെയ്യുന്നതിന്റെ ഞാനാണ് ചെയ്യുന്നത്, എനിക്ക് വയ്യാതായി ആലോചിക്കുമോ? യു നെവർ ഡു. യു ജസ്റ്റ് സാക്രിഫൈസ് ആൻഡ് ഡു ഇറ്റ്, റൈറ്റ്? ആ സമയത്ത് സത്വഭാവനയാണ് നിങ്ങളിൽ തിളങ്ങുന്നത്. പക്ഷെ ഒരു ബോസ് പറഞ്ഞു എനിക്കിത് 5 മണിക്ക് മുമ്പ് വേണം, ചെയ്തേ തീരുന്നില്ല, സമയമില്ല, എങ്ങനെയെങ്കിലും ഇതൊന്നും തീർക്കണം. പക്ഷെ നിങ്ങൾ ഊർജ്ജസ്വലമായിട്ട് പണിയെടുക്കേണ്ടത്, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ മുഴുവൻ ഇത് എങ്ങനെയെങ്കിലും തീർക്കണം എന്നാണ്. ഫോർ സംബഡി ഹു ഇസ് ലുക്കിംഗ് ഔട്ട് സൈഡ്, ദിസ് ഫെലോ ഇസ് വർക്കിംഗ് വെരി ഹാർഡ്. പക്ഷെ നിങ്ങളിൽ നല്ലത് മുഴുവൻ രജോ ഗുണമാണ്, ബിക്കോസ് യു ആർ അറ്റാച്ച്ഡ് ടു വാട്ട് യു വാണ്ട് ടു ഡു. ഇനി പറയാം 5 മണിക്ക് മുമ്പ് എനിക്ക് റിസൾട്ട് തരുമ്പോൾ വേറെ പണിയില്ല, വേറെ ആളെ നോക്കി പണിയെടുക്കാൻ, തമോ ഗുണമായി. സോ ഈ 3 ഗുണങ്ങളും നമ്മളിൽ തന്നെ പല വിധത്തിലും പല ഭാവത്തിലും പല. എനിക്ക് തോന്നുന്നു ഗുണത്രയ ഉപയോഗത്തില് ആണോ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്? മറ്റേ ശ്ലോകമൊക്കെ സത്വം രജസ്തമ ഇത് ഗുണാഹ പ്രകൃതി സംഭവ 14-ാമത്തെ ലീഗലൊക്കെ ആക്കാൻ പോവാണ്. അപ്പൊ ഭാങ് റിയലൈസ്ഡ് ആൾക്കാരെ ഇവിടെയും കാണാൻ തുടങ്ങും അടുത്ത് തന്നെ. അല്ല, ഞാൻ ചോദിക്കാൻ വന്നത്, നമ്മളിപ്പോ ഭയങ്കരമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുന്നവര്, ഇപ്പൊ എന്റെ ഫാദറിലോ ഒക്കെ ഞാൻ സംസാരിച്ചപ്പോ പറയുന്നത് അവർക്ക് കുറച്ച് നേരം മെഡിറ്റേഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ തോട്ട്സ് ഇല്ല. അപ്പൊ മനസ്സും പ്രവൃത്തി ചെയ്യുന്നില്ല, ശരീരവും പ്രവൃത്തി ചെയ്യുന്നില്ലല്ലോ ആ സ്റ്റേജില്. അപ്പോ നമ്മൾ നക്കച്ച് ക്ഷണമതുബി ജാതു ദുഷ്ടത്യ കർമ്മകൃത് എന്ന് പറയുമ്പോൾ നമുക്ക് ക്ഷണനേരം പോലും കർമ്മം ചെയ്യാതിരിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ കേസിൽ നമ്മൾ ശരീരം ചെയ്തിട്ടില്ലെങ്കിൽ മനസ്സ് ഒരുപാട് കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന് ആകെ കലുഷിതമാക്കുകയാണ്. ഇത് സാധാരണ നമ്മൾ ഫിസിക്കലി ചെയ്യുന്നേക്കാളും ഫിസിക്കലി ചെയ്താൽ ഫാർ ബെറ്റർ, നമുക്ക് ഒരു പ്രശ്നമില്ല ശരിക്കും ഇപ്പൊ മെന്റലി. പക്ഷെ നമ്മൾ ഫിസിക്കലി ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ വരുന്നത്, ടോർച്ചറും ഒക്കെ. പക്ഷെ അപ്പോ അവര് ഇങ്ങനെ ആവുമ്പോ നമ്മളെ ഗീതയിൽ പറയുന്ന ഈ ശ്ലോകവും അതും തമ്മിലൊരു കോൺട്രഡിക്ഷൻ വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. ഇൻ ദ കേസ് ഓഫ് ദിസ് ഹൈലി മെഡിറ്റേറ്റിംഗ് പീപ്പിൾ. റൈറ്റ്. അപ്പം അതല്ലേ പറയുന്നത്, നമ്മളിപ്പോ നമ്മുടെ ഒരു എവല്യൂഷണറി സ്റ്റേജില് നമ്മുടെ കർമ്മം ചെയ്യേണ്ട അവസ്ഥയിലുള്ള ഇതിനെ പറ്റിയല്ലേ പറയുന്നത്. വെൻ യു റിയലി ഇവോൾവ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഒന്നും ചെയ്യാനില്ലാത്ത ഒരവസ്ഥ വരുന്നെങ്കിൽ, ഒന്നും ചെയ്യാനില്ല എന്ന് പറയുമ്പം ഇനേർട്ട്നെസ് ഓർ ഇനാക്ഷൻ അല്ല വരുന്നത്. ഈ കർമ്മങ്ങളൊക്കെ നിങ്ങൾ സ്റ്റിൽ യു വിൽ ഡു എവറിഥിങ് ദാറ്റ് യു ഡൂയിങ്, ബട്ട് യുവർ മെന്റൽ ആറ്റിറ്റ്യൂഡ് വിൽ ബി സോ ഡിഫറെന്റ് ദാറ്റ് യു ആർ നോട്ട് ഫീലിംഗ് ദാറ്റ് യു ആർ ഡൂയിങ് എനിത്തിങ്, റൈറ്റ്? കർമ്മങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും, പക്ഷെ ഇത് ഒരു തരി പോലും ഇത് ഞാനാണ് ചെയ്യുന്നത് എന്നൊരു ബോധമുണ്ടാവില്ല. അപ്പൊ അതാണ് ആ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. ഇസ് ദാറ്റ് സ്റ്റേറ്റ് വേർ നമുക്ക് തന്നെ ചിലപ്പോൾ ആലോചിച്ച് വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജോലി, നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം, സേ സംബഡി ഹു ലൈക്സ് ടു പെയിന്റ്, റൈറ്റ്? അവര് പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവരെ നിങ്ങൾ വിളിക്കുകയോ ഉറക്ക പാട്ട് വയ്ക്കുകയോ ഒക്കെ ചെയ്ത് അവർ അറിയുകയും ചെയ്യും,
Right? It is that meditative state in which they are doing their thing. പക്ഷെ അതിന്റെ ചുറ്റും നടക്കുന്ന ഒന്നും അവർ അറിയുന്നില്ല. But aren't they doing what they are doing? അല്ലെ? അപ്പൊ നമുക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മളതിൽ മുഴുകി ചെയ്യുകയാണെങ്കിൽ ചുറ്റും എന്ത് നടന്നാലും നമ്മൾ അറിയില്ലല്ലോ. അതേപോലെ നമ്മള് ഇഫ് യു ആർ ആ ഒരു സ്റ്റേറ്റിൽ, ആ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് ഓഫ് ഇതിൽ യു വിൽ സ്റ്റിൽ ബി ഡു. ഇപ്പൊ നമ്മുടെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കുള്ള വേറൊരു പ്രശ്നം, നമുക്കൊക്കെ ഐ ഡോണ്ട് തിങ്ക് ദിസ് പ്രശ്നം ഇസ് ഗോയിങ് ടു ഗോ അവേ. നമ്മുടെ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സമയത്ത് ഇരുന്ന് മനസ്സിനെ ശാന്തമാക്കി തോട്ട്സ് ഒക്കെ കൺട്രോൾ ചെയ്ത് ഇരുന്ന് നല്ല സുഖമായി. പക്ഷെ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നിന്ന് പുറത്ത് വന്ന യു ആർ സ്റ്റിൽ ഫീലിംഗ് ദി അജിറ്റേഷൻസ്, റൈറ്റ്? അല്ലെ? മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് നിന്ന് പുറത്ത് വന്നാല് യുവർ വേൾഡ് ഇസ് സ്റ്റിൽ കൺഫ്യൂസിങ് യു, വേൾഡ് ഇസ് സ്റ്റിൽ അജിറ്റേറ്റിംഗ് യു. പറയുന്ന സ്ഥിതപ്രജ്ഞ അത് പാടില്ല. ഹി ഈസ് കോൺസ്റ്റന്റ്ലി ഇൻ എ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് വിത്ത് ഓപ്പൺ ഐസ് ആൻഡ് മൂവിംഗ് ഹാൻഡ്സ് ആൻഡ് മൂവിംഗ് ലെഗ്സ് ആൻഡ് മൂവിംഗ് മൈൻഡ് ആൻഡ് എവറിഥിങ്, ബട്ട് സ്റ്റിൽ ഇൻ ദാറ്റ് മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ്. അതാണ് പൂർണ്ണമായ ജ്ഞാനസ്ഥിതി. അവിടേക്ക് എത്താം. അപ്പൊ മെഡിറ്റേഷൻ ഈസ് എ ഗുഡ് വേ ടു മേക്ക് യു റിയലൈസ് ദാറ്റ് you calm your mind down, quieten your thoughts, streamline them in such a way that when you work, you are very efficient. എന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു എഞ്ചിന് കുറച്ചൊരു സർവീസ് ഓവർഹോൾ ടൈമാണ് മെഡിറ്റേഷൻ. So that this engine can work with more efficiency. Right? So meditate ചെയ്യുമ്പോൾ you will not have these thoughts. പക്ഷേ ആ തോട്ട്ലെസ്നെസ് കമ്മിങ് ത്രൂ ഔട്ട് യുവർ ആക്ടിവിറ്റി. ഈ തോട്ട്ലെസ്നെസ് എന്ന് പറയുമ്പോൾ it's not the negative way in which thoughtless fellow. Adalla, that agitationless state throughout in everything that you do is the real. ഭക്തിയുടെ മാർഗത്തിൽ പോയാൽ ഇത് എത്തുന്നാണോ പറയുന്നത്? ഏത് ഭക്തിക്ക് അങ്ങനെ ഒരു മാർഗം ഇല്ല. ഇതിപ്പോ ഇനിയിപ്പോ നമ്മള് 6-7 മുതൽ 12ാമത്തെ അധ്യായം വരെ മുഴുവൻ ഭക്തിയാണ്. പക്ഷെ ഭക്തി തുടക്കത്തിൽ ഓർമ്മയുണ്ടോ? നമ്മളത് എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞില്ല. ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ പുരാ പ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ജ്ഞാനവും കർമ്മവും മാത്രമേ പറഞ്ഞുള്ളൂ, ഭക്തി പറഞ്ഞിട്ടില്ല. അവിടെ ഭക്തി എന്നൊരു യോഗം ഭഗവാൻ എവിടെയും പറയുന്നില്ല. ക്ലാസിഫിക്കേഷൻ, ഭഗവത്ഗീതയെ ക്ലാസിഫൈ ചെയ്തപ്പോൾ ഒരു ഭക്തി യോഗം ഇട്ടു എന്ന് മാത്രം. ഭഗവാൻ ഭക്തി ഒരു സെപ്പറേറ്റ് യോഗമായിട്ട് പറയുന്നില്ല. ഭക്തി ആൻഡ് ഡിവോഷൻ ഹാസ് ടു ബി ത്രൂ ഔട്ട് ഇൻ എവറിഥിങ്. അതില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ ഡിവോഷൻ ഇല്ലാതെ, ഡെഡിക്കേഷൻ ആൻഡ് ഡിവോഷൻ ഇല്ലാതെ. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിവോഷൻ ടുവേർഡ്സ് വാട്ട് എവർ യു ഡൂയിങ്, റൈറ്റ്? അത് ഭഗവാനോടാവുമ്പം ഈശ്വര ഭക്തിയാവും, ജോലിയോടാവുമ്പം കർമ്മഭക്തിയാവും, പഠിപ്പിനോടും ജ്ഞാനത്തിനോടും നോളജിനോടാവുമ്പോൾ ജ്ഞാനഭക്തിയാവും. അപ്പൊ ഭക്തി ഈസ് എൻ അണ്ടർലൈങ് തിങ് ദാറ്റ് യൂണിഫൈസ് എവറിഥിങ് ടുഗെദർ. സോ ഭക്തി ഈസ് നോട്ട് an independent thing. ഇനി ഇപ്പൊ നമ്മൾ ഭാഗവതവും നാരായണീയും ഒക്കെ വായിക്കുകയാണെങ്കിൽ അതിൽ പറയുന്ന ഭക്തി ഈസ് ദ പ്യുവർ ഭക്തി ടുവേർഡ്സ് ദി അൾട്ടിമേറ്റ്. അവിടെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നാരായണീയത്തിലാണെങ്കിൽ ഒരു സ്വരൂപം, ശ്രീ ഗുരുവായൂരപ്പന്റെ സ്വരൂപമായിട്ട് വന്ന് ഗുരുവായൂരപ്പനോടുള്ള ഭക്തി. ഗുരുവായൂരപ്പൻ ഈസ് ദ ഹയസ്റ്റ് ഐഡിയൽ. ഒരു ശിവഭക്തനാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ശിവ ദ ഹയസ്റ്റ് ഐഡിയൽ. ഡസന്റ് മാറ്റർ വാട്ട് ദി ഐഡിയൽ ഈസ്, ഇറ്റ്സ് എ ഡിവോഷൻ ടുവേർഡ്സ് ദാറ്റ് ഹയസ്റ്റ്. Other is a platform throughout on which everything else is built up. അപ്പൊ കർമ്മവും ജ്ഞാനവുമാണ് നമ്മൾ ചെയ്യേണ്ട ആക്ഷൻ ആൻഡ് ദി അണ്ടർസ്റ്റാൻഡിങ്, ആൻഡ് ഭക്തി ഈസ് എസെൻഷ്യൽ ഫോർ ബോത്ത്. ആ ഭക്തി എന്ന് പറയുന്നത് പിന്നെ ഭഗവാനോടുള്ള ഭക്തിയായിട്ട് കാണണമെന്നില്ല, ആ ചെയ്യുന്ന കർമ്മത്തിനോടുള്ള ഭക്തിയായിട്ട് കണ്ടാൽ മതി എന്ന് പറയുന്നത്. വരും പരാഭക്തി അപരാഭക്തി എന്നൊക്കെ പറഞ്ഞിട്ട് 7ാമത്തെ 8ാമത്തെ അധ്യായത്തിലും നല്ലോണം ഈ ഭക്തിയുടെ മാർഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ബട്ട് ഭക്തി ഈസ് ദാറ്റ് അണ്ടർലൈങ്. ഇപ്പം ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കാൻ നദിയുടെ ബെഡില്ലാതെ ഒഴുകാൻ പറ്റുമോ? ആ ബെഡാണ് ഭക്തി. നദി ഒഴുകുന്ന നദിയുടെ അടിത്തട്ടാണ് ഭക്തി. അതില്ലാതെ ഒഴുകാൻ പറ്റില്ല. പക്ഷെ അത് പുറത്ത് കാണുന്നുമില്ല, അത് റിഫ്ലക്ട് ചെയ്യണമെന്നില്ല. പക്ഷെ അതിലാണ് എല്ലാം ബേസ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നമ്മള് ഇങ്ങനെ കർമ്മം ചെയ്യുമ്പോഴേ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമില്ലേ അതിന്? എങ്ങനെ? നമ്മൾ റിസൾട്ട് ഒന്നും മോഹിക്കാതെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതിന്റെ ഒരു തേർഡ് പാർട്ടി അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യില്ലേ? അല്ല, അതല്ലേ യോഗ കർമ്മസു കൗശലം, ഡെക്സ്റ്ററിറ്റി ഇൻ യുവർ ആക്ഷൻ. ഇതിപ്പോ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ കർമ്മം എന്ന് പറയുന്നത്, ഇപ്പൊ അങ്ങനെ നോക്കിയാൽ എല്ലാത്തിനും ഒരു എഫക്റ്റ് ഉണ്ട്. എനിക്ക് കർമ്മഫലത്തിലൊന്നും എന്റെ അടുത്തൊരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാൻ വന്നു, എനിക്ക് കർമ്മഫലത്തിലൊന്നും വിശ്വാസമില്ല, പൊട്ടിപ്പൊളിഞ്ഞാ പോട്ടെ എന്ന് പറഞ്ഞാൽ ഡിസൈൻ ചെയ്ത് ശരിയാവുമോ? റൈറ്റ്? സോ കർമ്മഫലത്തില്
പ്രതീക്ഷ ഇല്ല എന്ന് പറയുമ്പം ഇറ്റ് ഡസ് നോട്ട് മീൻ ദാറ്റ് യു ഡോണ്ട് കെയർ അബൌട്ട് ഇറ്റ്. യു വിൽ ഡു ഇറ്റ് വിത്ത് യുവർ ബെസ്റ്റ് എഫേർട്ട്. ബട്ട് ഈ കർമ്മഫലത്തിൽ വിശ്വാസം ഇല്ല എന്നല്ല പറഞ്ഞത്, കർമ്മഫലം ത്യജിക്കുകയാണ് ചെയ്യുന്നത്. ദി ഫ്രൂട്ട് ഓഫ് ദി ആക്ഷൻ റിനൗൺസ് ചെയ്ത്. അപ്പൊ അവിടെയാണ് നമ്മുടെ താത്വികമായ നിലവാരം ഉയരേണ്ടത്. ഇപ്പൊ ഒരു കർമ്മഫലം ത്യജിക്കും, ഈ ഫലം നിനക്കല്ല കേട്ടോ എന്ന് പറഞ്ഞാൽ നീ വളരെ ബേസിക് ആയിട്ട്, വളരെ ബേസൽ ഹ്യൂമൻ ബീങ് ആയിട്ട് എനിക്കിതല്ലല്ലോ പിന്നെ എനിക്ക് എങ്ങനെയായ എന്താ, ദാറ്റ് ഈസ് എ റോങ് ആറ്റിറ്റ്യൂഡ്. ഇത് എനിക്കായാലോ അല്ല, അതിനാണ് ഈ ലോക സംഗ്രഹം എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് കൊണ്ടുവരുന്നത്. എല്ലാം ലോക നന്മയ്ക്കായിട്ട് ചെയ്യണം. അപ്പൊ ഒരു കർമ്മം ലോക നന്മയ്ക്കാണെങ്കിൽ യു വിൽ ഡു ഇറ്റ് ദ ബെസ്റ്റ് പോസിബിൾ വേ. ഇനി നിങ്ങൾ മറ്റൊരാൾ ആ കർമ്മത്തിൽ നിന്ന് നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള കുശലത ആൻഡ് ദി ഡെക്സ്റ്ററിറ്റി, അത് യു ഷുഡ് ഡെമോൺസ്ട്രേറ്റ്. അത് ഈസ് പാർട്ട് ഓഫ് ബീയിങ് ദ സ്മാർട്ട് ആക്ടർ. അപ്പൊ കൃഷ്ണന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കൂ. എത്ര ഭാഗങ്ങളിൽ കൃഷ്ണൻ ഷോഡ് ദാറ്റ് ഡെക്സ്റ്ററിറ്റി ഈവൻ ബോർഡറിങ് ഓൺ അധർമ്മം. നമ്മളിപ്പോ അല്ല അത് വരുന്നുണ്ടല്ലോ അല്ലെ, യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാ. ഇതിൽ തന്നെ പറയും സ്വധർമ്മം പരധർമ്മവും തമ്മിലുള്ള വ്യത്യാസം 36-ാമത്തെ 37-ാമത്തെ ശ്ലോകത്തിൽ വരും. സ്വധർമ്മം എവിടെ ധർമ്മം പരാജയപ്പെടുന്നുവോ അവിടെ ഭഗവാൻ വരും ആരെങ്കിലും രൂപത്തിൽ നിന്നാണല്ലോ. അപ്പൊ അതുകൊണ്ടാണല്ലോ ഇപ്പൊ അങ്ങനെ അധർമ്മമുള്ളിടത്ത് നമ്മൾ പ്രതികരിക്കണം എന്നും ആ രീതിയിൽ കാണിക്കണം എന്നും പറയുന്നുണ്ടല്ലോ. എക്സ്പ്ലോയിറ്റേഷൻ നമ്മൾ അലോ ചെയ്യാൻ പാടില്ല, അലോ ചെയ്യുന്നില്ലല്ലോ. അധർമ്മം യു ഷുഡ്. ഇപ്പൊ ഡെക്സ്റ്ററിറ്റി, സ്മാർട്ടായിട്ട് കർമ്മം ചെയ്യുക എന്ന് പറയുന്നതിൽ ആ കർമ്മത്തിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. യു ഹാവ് ടു ബി എതിർക്കേണ്ടത് എതിർക്കണം. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ എതിർക്കുന്നത് ആശയങ്ങളെ ആയിരിക്കണം, എതിർക്കുന്നത് വ്യക്തികളെ ആയിരിക്കരുത്. അതാണ് മണിയാ. ഓക്കെ ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. താങ്ക് യു. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച we will continue the debates and discussion. ഓക്കെ, അപ്പൊ ശരി, അടുത്ത ശനിയാഴ്ച കാണാം. ഗുഡ് ടൈം ആൻഡ് ഗുഡ് നൈറ്റ്. Good night. ചിലർക്ക് ഗുഡ് നൈറ്റ്, ചിലർക്ക് ഗുഡ് നൈറ്റ്. Good night.